പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ആരാധന ആരംഭിക്കാം. നിത്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയെല്ലാം ഇരുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നുവോ, ആരെല്ലാം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു, എല്ലാവരോടും കൂടെ ഒരുപോലെ ഇരിക്കേണ്ടതിനായി ഇന്നത്തെ ആരാധനയെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. നിത്യനായ ദൈവത്തിൻ്റെ പാദത്തിങ്കിലേക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വരികയാണ്. കൊറോണയും പോസ്റ്റ് കൊറോണയും ഞങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ബലത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ ഉള്ളതിനായി സ്തോത്രം. ലോകത്തിൽ ചിലയിടങ്ങളിൽ കൊറോണയുടെ പ്രശ്നം കാരണം നിയമങ്ങൾ കഠിനമാകുന്നു, വേറെ ചിലയിടങ്ങളിൽ റിലാക്സ് ചെയ്തു വരുന്നു. രണ്ടായാലും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ പുകഴ്ത്തേണ്ടവരും സ്തുതിക്കേണ്ടവരുമാകയാൽ അത്യുന്നതൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജനത്തെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ലോകമാസകലം ഇന്ന് അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ. ഓരോ ഇടങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങൾക്കത് അനുഗ്രഹമാകണമേ. മഹത്വം അങ്ങ് എടുക്കണം, ആദിയോടന്തമങ്ങ് ഭരിച്ചു നടത്തണം. ഞങ്ങളുടെ പാട്ടുകൾ ആരാധനകളായി മാറണം. ഞങ്ങളുടെ വചനധ്യാനത്തിങ്കൽ തീ കത്തണമേ. ദൈവത്തിൻ്റെ കൃപയാദ്യവസാനം അനുഭവിപ്പാൻ സഹായിച്ചാലും മഹത്വം കർത്താവിന്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനായി ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനായ യേശുനാഥായൻ കർത്തനാം രക്ഷകൻ. ദൂതന്മാരാപ്പകൽ വാഴ്ത്തിയിടുന്നോ, നീയാൽ വണങ്ങും ഇരുമുൻപിലിന്നേ എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. ദൂതന്മാരാപ്പകൽ വാഴ്ത്തിയിടുന്നോ, നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം
അക്കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. We thank you Jesus. We thank you Jesus. Hallelujah. We glorify your name Jesus. Hallelujah. Rishamana hatiriyanto athereva shukronne. Hallelujah. ഇന്ന് പകൽ വിശ്വസിക്കുക, അവൻ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ വിശ്വസ്തനാണ്. നമ്മൾ വലുതെന്ന് ചിന്തിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. അസാധ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചിലത് ഇന്ന് പകൽ സാധ്യമാകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നു. ഇന്ന് പകൽ അത് വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. അസാധ്യമെന്ന് പറഞ്ഞ് കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ ഇന്ന് പകൽ ആരാധനകൾ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അത് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ. ഇന്ന് പകൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, കർത്താവേ, ഇന്ന് ഞാൻ പൂർണ്ണമായി അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞാൻ സകലതും മറക്കുന്നു. ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഇന്ന് സകലതും മറന്ന് പൂർണ്ണ സമർപ്പണത്തോടുകൂടെ പൂർണ്ണ ആത്മാവോട് കൂടി ആരാധിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ ചില ചങ്ങലകൾ അഴിഞ്ഞു മാറും. അതൊന്ന് സംഭവിക്കട്ടെ കർത്താവ്. പകൽക്കാലം നമ്മൾ ചേർന്ന് പാടാൻ പോകുക. വഴി തുറന്നിടും ദൈവം, വഴി തുറന്നിടും. എൻ ദുഃഖത്തിൽ, എൻ ഭാരത്തിൽ, എൻ്റെ ആശയറ്റ വേളയിൽ എല്ലാ വഴികളും അടഞ്ഞു എന്ന് തോന്നുമ്പോൾ ദൈവകരം എനിക്ക് വേണ്ടി ചലിക്കും. ഇത് പകലത് വിശ്വസിക്കുന്നു. ചേർന്ന് പാടിയാട്ടെ. വഴി തുറന്നിടും ദൈവം, വഴി തുറന്നിടും. എൻ ദുഃഖത്തിൽ, എൻ ഭാരത്തിൽ, ആശയറ്റ വേളയിൽ വഴിയടയുമ്പോൾ ദൈവകരം പ്രവർത്തിക്കും. നൽകിടും യേശു ആശ്വാസം വൻകരത്തിനാൽ ദൈവശക്തിയാ. ഒരിക്കൽ കൂടെ ചേർന്ന് വഴി തുറന്നിടും ദൈവം, വഴി തുറന്നിടും. എൻ ദുഃഖത്തിൽ, എൻ ഭാരത്തിൽ, ആശയറ്റ വേളയിൽ വഴിയടയുമ്പോൾ ദൈവകരം പ്രവർത്തിക്കും. നൽകിടും യേശു ആശ്വാസം വൻകരത്തിനാൽ ദൈവശക്തിയാ. യേശു എൻ്റെ ആത്മനാഥനെന്നും കൈവിടില്ല ഒരു നാളും എന്നെ. ആകാശം ഭൂമി സർവം മാറിപ്പോയാലും മാറില്ല നിന്ദയ എന്നിൽ. വിടുതൽ നൽകിയിടും ദൈവം, വിടുതൽ നൽകിയിടും. തീരുന്ന പ്രയാസത്തിൽ യേശു വിടുതൽ. വിശ്വസിക്കുക. ആരുമാലംബം ഇല്ലാത്ത വേളകളിൽ തിരുമാറിൽ എന്നെ മറച്ചുനാഥൻ ആശ്വാസം നൽകും, സഹായം നൽകും. യേശു എൻ്റെ ആത്മനാഥനെന്നും കൈവിടില്ല ഒരു നാളും എന്നെ. ആകാശം ഭൂമി സർവം മാറിപ്പോയാൽ മാറില്ല നിന്ദയായ
ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ തിരുമാർവിൽ ചേർന്നണഞ്ഞുകൊണ്ട് ആ സ്നേഹത്തെ അറിഞ്ഞുകൊണ്ട് ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ആ സ്നേഹം അനുഭവിക്കുന്നവർ ചേർന്ന് let's worship him. പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. മാർവിൽ ചാരുന്നു സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ആരാധന ആരാധന. We worship you, we worship you Jesus. ആരാധന ആരാധന. ആ കരങ്ങൾ തട്ടി കർത്താവിന് മഹത്വം കൊടുത്തേ. എല്ലാ കരങ്ങളും അടിച്ച് അവൻ ആരാധന സ്വീകരിക്കുവാൻ യോഗ്യനാണ്. ഇന്ന് പകൽ ആരാധന സ്വീകരിക്കുവാൻ നമ്മുടെ ഇടയിലേക്ക് അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ആ കർത്താവിനെ നോക്കി പറയാവോ, കർത്താവേ അവൻ ഹല്ലേലൂയ അങ്ങനെക്ക് നല്ലവനാണ്, അങ്ങനെക്ക് മതിയായവനാണ്, അങ്ങനെക്ക് വിശ്വസ്തനാണ്. ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. എൻ്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് അതൊന്ന് പകൽ പറയുവാൻ കഴിയും? എൻ്റെ യേശു എനിക്ക് മതിയായവൻ. ആമേൻ. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങളിൽ ഓ ഹല്ലേലൂയ എനിക്കവൻ മതിയായവൻ. ആമേൻ. വിശ്വാസത്തോടെ ചേർന്ന് പാടി ആരാധിക്കാം. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ, രോഗത്തിൽ, പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ, രോഗത്തിൽ, പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരത്തിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി
മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാറവേ, ഓ ആപത്തിൽ രോഗത്തിൽ അവനാദ്യനു വന്നിരുവേ, അവനാദ്യൊരു വന്യരുമേ. ദിവ്യ സ്നേഹത്തിലുറവിടമേ, അവനാദ്യൊരു വന്യരു. ദിവ്യ സ്നേഹത്തിലുറവിടമേ. 10,000 വർഷത്തെ 10,000 അതിശ്രേഷ്ഠരവൻ, സ്തുത്യനാം വന്യനാം നായകൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാറവേ, അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മാറവേ, അവൻ മതിയായവൻ. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങളാണു നിമിഷം. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങളാണു നിമിഷം. പകൽ മേഘസ്തംഭം പ്രവർഷവനഹത്തെ, പകൽ മേഘസ്തംഭം രാത്രി അഗ്നി തുടായി എന്നെ അനുദിനം വഴി നടത്തും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ ആരവേ, അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ ആരവേ, അവൻ മതിയായവൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുവേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുവേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. പ്രത്യാശയോടെ എന്റെ യേശു എനിക്കു നല്ല ആപത്തിൽ രോഗത്തിൽ പ്രയാസം ആത്മാവിൽ ആരാധിച്ചു തുടങ്ങിയാണ്. ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഹല്ലേലൂയ സകലങ്ങളെ അഴിക്കുന്ന, രോഗശക്തികളെ അഴിക്കുന്ന, ശാപക്കെട്ടുകളെ മുറിക്കുന്ന ഓ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഓ ഹല്ലേലൂയ അനുഭവിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് മൈറ്റി ദൈവം ശത്രുവിന്റെ പദ്ധതികൾ ഇന്ന് പകൽ തകരുകയാണ്. ശത്രുവിന്റെ പദ്ധതികൾ ഇന്ന് പകൽ തകരുകയാണ്. വാതിലുകൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. In the mighty name of Yeshua. ആരാധനയെങ്കിൽ ഓ ഹല്ലേലൂയ കാരാഗ്രഹത്തെ തുറന്ന ദൈവ സാന്നിധ്യം,
ശകലങ്ങളെ അഴിച്ച ദൈവ സാന്നിധ്യം, സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽ ഇറങ്ങുന്നതിനാൽ വിശ്വാസത്തോടെ ആത്മാവിൽ ആരാധിച്ചു തുടങ്ങിയിട്ട് ഒരു വലിയ പകർച്ച, ഒരാത്മനദി യേശുവിന്റെ നാമത്തിൽ ഒരാത്മനദി പുറപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ഒരാത്മ സാന്നിധ്യം ഓ ഹല്ലേലൂയ എന്നിലേക്ക് ഇന്ന് പകർന്നതിനായി Lord, we thank you. Lord, we thank you. We thank you, Lord. നീ ഉയരില്ല, നീ എഴുന്നേക്കില്ല എന്ന് പറഞ്ഞ് താളടിയാക്കുവാൻ നോക്കിയ ശത്രുവിന്റെ വാക്കുകൾക്ക് നടുവിൽ ഇന്ന് പകൽ എന്നെ ഉയർത്തിയ ദൈവം, ഹല്ലേലൂയ. നീ ഒരിക്കലും ജയം നേടത്തില്ല, നീ ഒരിക്കലും വിടുതൽ സംഭവിക്കത്തില്ല, നീ എഴുന്നേക്കത്തില്ലെന്ന് പറയുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ സാഹചര്യങ്ങളെ തിരുത്തി മറിച്ച് ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ അസാധ്യങ്ങൾ സാധ്യമായി, രോഗസൗഖ്യങ്ങൾ സംഭവിച്ച ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ, ഏതൊക്കെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയാലും നമ്മൾ പാടിയതുപോലെ മരുഭൂമിയുടെ അവസ്ഥകളിൽ കൂടെ കടന്നു പോയാലും പകൽ മേഘസ്തംഭത്തെ അയക്കുന്നവൻ, രാത്രി അഗ്നി തൂണായി എന്നെ സംരക്ഷിക്കുന്ന ദൈവ സാന്നിധ്യം എന്നോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് എന്നോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ യാത്ര ചെയ്യും, ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും യേശുവിനായി, എൻ്റെ ജീവൻ വച്ചിടും എൻ്റെ രക്ഷകനായി, ഈ ലോകത്തിൽ ഞാൻ ഉള്ളിടത്തോളം. ഇത് പാടുവാൻ കഴിയുമോ? ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യ വീടൊന്നുണ്ട വീടയത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം. പ്രൈസ് ദ ലോർഡ്. ഈ വിശുദ്ധ പകൽക്കാലം വീണ്ടും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഏവരെയും, ഭവനങ്ങളിലായിരിക്കുന്നവരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കാം. ജീസസ് അറ്റ് ബെഥസ്ദ കുളക്കരയിൽ കർത്താവായ യേശുക്രിസ്തു വരുന്ന ഒരു ചരിത്രം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. മറ്റൊരു സുവിശേഷങ്ങളിലും രേഖപ്പെടുത്താത്തത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ചരിത്ര ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയും 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. അത്രയും മാത്രം. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. ഈ വിശുദ്ധ പകൽക്കാലം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, വ്യത്യസ്ത ടൈം സോൺസിൽ
ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സൗഖ്യമാകുവാൻ മനസ്സുണ്ടായിട്ടും വിശ്വാസമുണ്ടായിട്ടും ആശ അറ്റുപോയ ചിലതിനെ ഈ ദിവസങ്ങളിൽ ആത്മാവിൻ്റെ ശക്തിയാൽ സൗഖ്യമാക്കിയെടുക്കുവാൻ, ടു മേക്ക് ഹോൾ, സൗഖ്യമാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് മീതെ ശക്തമായി ചലിക്കണം, പരിവർത്തിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ സംസാരിക്കേണ്ട വാക്കുകൾ സംസാരിക്കുവാൻ അധികാരവും ആത്മാവിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ പകർച്ചയും തന്ന് ഇന്ന് ശ്രദ്ധിക്കുന്ന ഏവരെയും ധന്യമായി അനുഗ്രഹിക്കുവാൻ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആരംഭിക്കുമ്പോൾ തന്നെ ആഫ്റ്റർ ദിസ്, അതിനുശേഷം എന്നുള്ള വാക്കുകളോടെ ആരംഭിക്കുന്നത് കാണുവാൻ സാധിക്കും. 4-ാം അധ്യായത്തിൽ നടന്ന ചില സംഭവങ്ങളുടെ തുടർച്ചയായി 5-ാം അധ്യായത്തിൽ ബെഥസ്ദ കുളക്കരയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്ന ഒരു ചരിത്ര ഭാഗമാണ് 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എങ്കിലും 4-ാം അധ്യായത്തിൽ ആഫ്റ്റർ ദിസ്, അതിനുശേഷം എന്ന് പറയുമ്പോൾ 4-ാം അധ്യായത്തിൽ ഒരു പ്രധാനപ്പെട്ട അത്ഭുതം കാണുവാൻ സാധിക്കും. എന്താണ്? ഗലീലയിലെ കാനാവിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ യേശു കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതം ചെയ്ത അതേ സ്ഥലത്ത് കർത്താവ് ചെയ്ത അടുത്തൊരു അത്ഭുതം അവിടെ കാണുവാൻ സാധിക്കും. രാജാവിൻ്റെ ഭൃത്യൻ ഒരുവൻ യേശുവിൻ്റെ അരികിൽ വന്ന് തൻ്റെ മകൻ മരിക്കുന്നു, സൗഖ്യമാക്കണം എന്ന് പറയുന്ന ഒരു ചരിത്രമാണ് അവിടെ കാണുന്നത്. തൻ്റെ മകനെ സൗഖ്യമാക്കുവാൻ യേശുവിൻ്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യൻ. എങ്കിലും ശ്രദ്ധിച്ചാൽ യേശു കർത്താവിൻ്റെ മറുപടി വലിയ സ്നേഹത്തോടെ, വലിയ ആദരവോടെ, രാജഭൃത്യനാണല്ലോ എന്നുള്ളൊരു മാന്യതയോടെ ആണോ എന്ന് സംശയം ജനിപ്പിക്കുമാറ് കർത്താവിൻ്റെ മറുപടികൾ നമ്മൾക്കവിടെ കാണുവാൻ സാധിക്കും. യേശു കർത്താവിൻ്റെ മറുപടി നമ്മൾ നേരത്തെയും വായിച്ചിട്ടുണ്ട്. വക്രതയും കോട്ടവുമുള്ളൊരു തലമുറ അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിക്കുന്നു. അതേ ലൈൻ ഓഫ് തോട്ട്, അതേ ചിന്താഗതിയിൽ എന്നതുപോലെ കർത്താവ് പറയുക, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാതെ ഈ ജനം വിശ്വസിക്കുകയില്ല. എങ്കിലും 4-ാം അധ്യായത്തിൽ ആ രാജഭൃത്യൻ, അധികാരസ്ഥാനത്തിരിക്കുന്നവൻ, തൻ്റെ മാന്യതയ്ക്ക് ഭംഗം വന്നല്ലോ, ആൾക്കാരുടെ മുൻപിൽ തന്നെ നിന്ദിച്ചല്ലോ, പരിഹസിച്ചല്ലോ എന്ന് ഒരിക്കലും മാന്യതയ്ക്ക് ഭംഗം വന്നതിനെ കുറിച്ച് വിലപിക്കാതെ, അതിൽ കയ്പ് കാണിക്കാതെ കർത്താവിനോട് തൻ്റെ ആഗ്രഹത്തിൻ്റെ മുൻപിൽ പറയുകയാണ്, തൻ്റെ ആവശ്യത്തിൻ്റെ മുൻപിൽ പറയുകയാണ്, യേശുവേ, ആ പറഞ്ഞതൊക്കെയും ഞാൻ ശ്രദ്ധിച്ചില്ല, കേട്ടില്ല എന്നുള്ള മട്ടിൽ, എന്നെ പരിഹസിച്ചതുപോലെ വന്ന വാക്കുകൾ ശ്രദ്ധിച്ചില്ല എന്നുള്ള മട്ടിൽ ഞാനതിനെ വിട്ടുകളഞ്ഞിട്ട് പകരം അതിനെക്കുറിച്ച് സംസാരിക്കാതെ അതിനെ ടോട്ടലി ഇഗ്നോർ ചെയ്തിട്ട് പറയുകയാണ്, യേശുവേ, എൻ്റെ മകൻ മരിക്കുന്നതിന് മുൻപേ എൻ്റെ വീട്ടിൽ വരെ ഒന്ന് വരണം. മറ്റൊരു സംഭവം നമ്മുടെ ഓർമ്മയിൽ വരും. ഒരിക്കലും ഒരു സ്ത്രീ യേശുവിൻ്റെ അരികിൽ ചെന്ന് എൻ്റെ മകൾക്ക് സൗഖ്യം ആവശ്യമാണ്, എൻ്റെ മകളെ സൗഖ്യമാക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ മറുപടി, മക്കൾക്കുള്ള അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുകയില്ല. വ്യക്തിപരമായി മുറിവേറ്റും, വ്യക്തിപരമായി നിന്ദിക്കപ്പെട്ടും, വ്യക്തിപരമായി തളർന്നും പിന്മാറാതെ ആ സ്ത്രീയുടെ വാക്ക് ശ്രദ്ധിക്കണം. എങ്കിലും മേശപ്പുറത്തുനിന്ന് വീഴുന്ന അപ്പത്തിന്റെ നുറുക്കുകൾ തിന്നാന്നല്ലോ നായ്ക്കുട്ടികളും ജീവിക്കുന്നത്. താഴ്മയിൽ ആവശ്യത്തിന്റെ മുൻപിലായിരുന്ന ആ സ്ത്രീ പറയുകയാണ്, എങ്കിലും കർത്താവേ, യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പത്തിന്റെ കഷ്ണങ്ങൾ നിമിത്തം ഇതാ നായ്ക്കുട്ടികളും ജീവിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വേണം. പലപ്പോഴും ദൈവദാസന്മാർ മുഖാന്തരം, ഇല്ലെങ്കിൽ സാഹചര്യങ്ങൾ മുഖാന്തരം നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ മുറിവേൽക്കുമ്പോൾ, നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളുടെ മാന്യതയ്ക്ക് ഭംഗം വന്നു എന്ന് വിചാരിക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ വിശ്വാസത്തെയാണത് ചോദ്യം ചെയ്യുന്നത് എന്ന് മറക്കരുത്. എന്താണെന്ന് അത് ഞാൻ പറയാൻ കാര്യം ആ സ്ത്രീ അരികിൽ വന്ന് അവൾക്ക് വിരോധമായി എന്നതുപോലെ ഒരു വാക്ക് വന്നപ്പോൾ അവൾ മുറിവേറ്റായിരുന്നെങ്കിൽ, ഇഫ് ഷി വാസ് ഒഫെൻഡഡ്, അവളുടെ ഹൃദയത്തിൽ മുറിവേറ്റായിരുന്നെങ്കിൽ, അവൾ നിന്ദിക്കപ്പെട്ടതും കൊണ്ട് ഇനിയും ഈ യേശുവിൻ്റെ അരികിൽ നിന്നൊന്നും വേണ്ട എന്ന് വിചാരിച്ചെങ്കിൽ, ഇല്ലെങ്കിൽ മറുപടി പറഞ്ഞില്ലെങ്കിൽ പോലും അവളുടെ ഹൃദയം ഉലഞ്ഞു പോയെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഡെഫിനറ്റ്ലി സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത് എന്നുള്ള വാക്ക് കേൾക്കുകയില്ലായിരുന്നു. അവളുടെ വിശ്വാസം ഇല്ലാതായി പോയനെ. എങ്കിലും അവളുടെ താഴ്മ നിമിത്തം അവൾ യേശുവിങ്കൽ നിന്നും നിന്റെ വിശ്വാസം വലുത് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുവാനിടയായി തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഒരു വാക്ക് പറയട്ടെ. ഒരു പക്ഷേ ഒരു പ്രവാചകനായിരിക്കും, ഒരു പക്ഷേ ഒരു പാസ്റ്റർ ആയിരിക്കും, ഒരു പക്ഷേ വചനം ശുശ്രൂഷിക്കുന്ന ഒരു പൈതലായിരിക്കും.
തൻ്റെ അറിവില്ലായ്മയിലോ, ഇല്ലെങ്കിൽ തൻ്റെ സ്വഭാവ വൈകല്യം നിമിത്തമോ, ഇല്ലെങ്കിൽ ഒരുപക്ഷേ തൻ്റെ തീഷ്ണത നിമിത്തമോ പറഞ്ഞൊരു വാക്കിനാൽ മുറിവേറ്റാൽ, ആ മുറിവേൽക്കുന്നതിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മളെ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ, നമ്മളുടെ പ്രതികരണങ്ങൾ, നമ്മളുടെ വാക്കുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം പോയി പോകും. ഈ സ്ത്രീയുടെ താഴ്മയും ഈ സ്ത്രീയുടെ പ്രതികരണവും കണ്ടിട്ട് കർത്താവ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഗ്രേറ്റ് ഇസ് ദൈ ഫെയ്ത്ത്, നിന്റെ വിശ്വാസം വലുത്. പണ്ടൊരിക്കൽ ഒരു ശതാധിപനോടും ഇതേ വാക്ക് പറഞ്ഞതാണ്. ശതാധിപന്റെ അരികിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞ, നിന്റെ ഭവനത്തിൽ വന്ന് നിന്റെ മകനെ സൗഖ്യമാക്കാം. താൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. താൻ പറഞ്ഞു, ഞാൻ അധികാരത്തിന്റെ കീഴിലും എൻ്റെ അധികാരത്തിന്റെ കീഴിൽ പലരുമുണ്ട്, അതുകൊണ്ട് എനിക്ക് അധികാരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നറിയാം, താഴ്മ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നറിയാം, അനുസരണം എങ്ങനെയാണെന്നറിയാം. താഴ്മയും അനുസരണവും നമ്മളുടെ പ്രതികരണങ്ങളും ഒക്കെ വ്യക്തമായി അറിയാവുന്ന ഈ ശതാധിപൻ അധികാരത്തോട് പ്രതികരിച്ച് താൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ആ മനുഷ്യന്റെ അധികാരത്തോടുള്ള പ്രതികരണത്തെ വീക്ഷിച്ചിട്ട് കർത്താവായ യേശു പറയുകയാണ്, ഇത്രയും വലിയ വിശ്വാസം ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ല. കാര്യം ഇസ്രയേലിൽ ഉള്ളവർ അധികാരത്തോട് അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണെന്നറിയാം. അതിപ്പോഴെങ്ങും തുടങ്ങിയതല്ല, മോശയുടെ കാലം മുതൽ പലപ്പോഴും അധികാരത്തോടുള്ള പ്രതികരണങ്ങൾ അവരുടെ ചൊവ്വനേരെയല്ലായിരുന്നു. കാര്യം ഡിസിപ്ലിൻ, അതിനാവശ്യമുള്ള അഭ്യസനം ലഭിച്ചിട്ടില്ല. പലപ്പോഴും അധികാര സ്ഥാനങ്ങളിൽ നിൽക്കുന്ന മാതാപിതാക്കൾ മുതൽ ശുശ്രൂഷകന്മാർ വരെ ദൈവം അധികാര സ്ഥാനത്താക്കിയിരിക്കുന്നവരോടുള്ള പ്രതികരണങ്ങളിൽ നമ്മൾ പുലർത്തേണ്ട നീതിയും നമ്മൾ പുലർത്തേണ്ട നിലപാടുകളും പുലർത്തിയില്ലെങ്കിൽ അതെവിടെയാണ് കയറിക്കൊള്ളുന്നത്? നമ്മളുടെ വിശ്വാസത്തെ പോലും അത് ചോദ്യം ചെയ്യുവാൻ സാധിക്കും. ഒരു സഭ കെട്ടുപടിയിൽ, അല്ലെങ്കിൽ ഒരു ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ, ഇല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അധികാരികൾക്ക് നമ്മൾ പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇറ്റ്സ് എ സോഷ്യൽ തിങ്, ഇത് സമൂഹത്തിൽ കാണുന്ന ഒരു കാര്യമാണല്ലോ. എങ്കിലും അതിൻ്റെ ആഘാതങ്ങൾ വിശ്വാസത്തെ വരെ സ്വാധീനിക്കുവാൻ, ബാധിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അധികാരങ്ങളോട്, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോട്, അധികാരം കൈകാര്യം ചെയ്യുന്നവരോട്, മാത്രമല്ല ശക്തി കൈകാര്യം ചെയ്യുന്നവരോട് നമ്മളുടെ പ്രതികരണം വളരെ ശ്രദ്ധിച്ചിരിക്കണം എന്നൊരു വാക്ക് മാത്രം ഞാൻ ഓർപ്പിക്കട്ടെ. ആ സ്ത്രീയുടെ പ്രതികരണം എങ്കിലും യജമാനന്മാരുടെ മേശയിൽ നിന്നും വീഴുന്ന കഷ്ണങ്ങൾ തിന്നാന്നല്ലോ നായ്ക്കുട്ടികൾ ജീവിക്കുന്നത്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. നീ മുറിവേറ്റില്ല, നീ ഇടറിപ്പോയില്ല. എങ്കിൽ എൻ്റെ ശിഷ്യന്മാർ പോലും ഇടറിപ്പോകുന്നത് ഒരു പതിവായിരുന്നെങ്കിലും നീ ഇടറിപ്പോയില്ല. നിന്റെ പ്രതികരണം നന്നായിരുന്നു, താഴ്മ നന്നായിരുന്നു, നിന്റെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതുപോലെ കൃപയാൽ നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് നിന്റെ വിശ്വാസം വലുത്. നമ്മളുടെ വാക്കുകളും പ്രതികരണങ്ങളും താഴ്മയുള്ള മനോഭാവവും വിശ്വാസവും തമ്മിൽ ഒരു വലിയ കണക്ഷൻ ഉണ്ട് എന്നോർപ്പിക്കട്ടെ. അതുകൊണ്ടാണ് പലപ്പോഴും ഉടഞ്ഞ് തകർന്നു കഴിയുമ്പോൾ മാത്രമേ പലരുടെ വിശ്വാസം വർദ്ധിച്ചു വരികയുള്ളൂ. കാര്യം അതുവരെ പ്രതികരണങ്ങളിൽ ദൈവം ആഗ്രഹിക്കാത്ത രീതികൾ നമ്മൾ പ്രദർശിപ്പിക്കാറുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ ശതാധിപൻ അധികാരത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയും അധികാരത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രതികരണങ്ങളും വ്യക്തമാക്കിയപ്പോൾ കർത്താവ് പറയുക, ഇതുപോലെ വിശ്വാസം ഇസ്രായേലിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ രാജഭൃത്യന്റെ ചരിത്രവും ഏകദേശം അതേ അളവിൽ നമ്മൾക്ക് വീക്ഷിക്കുവാൻ സാധിക്കും. യേശു പറഞ്ഞു, നിന്റെ പൈതൽ ജീവിക്കുന്നു, നീ മടങ്ങിപ്പോയ്ക്കോ. താൻ മടങ്ങി വരുമ്പോൾ ഇതാ തൻ്റെ ദാസന്മാർ തന്നെ എതിരേൽക്കുവാൻ വന്നു. തൻ്റെ ദാസന്മാർ തന്നോട് പറയുകയാണ്, നിന്റെ മകൻ ജീവിക്കുന്നു. താൻ ചോദിച്ചു, എപ്പോഴാണ് സൗഖ്യമായി തുടങ്ങിയത്? പറഞ്ഞു, ഇന്നലെ 7 മണി നേരമായപ്പോൾ. ഇന്നത്തെ നമ്മുടെ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ പറയുകയാണ്, ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയായപ്പോൾ നിന്റെ മകന്റെ ജീവിതത്തിൽ നിന്നും രോഗം വിട്ടുമാറുവാൻ ആരംഭിച്ചു. അതേ മണിക്കൂറിൽ താൻ ഒരു കാര്യം മനസ്സിലാക്കി, യേശു സംസാരിച്ച അതേ മണിക്കൂറിൽ ഇതാ എൻ്റെ മകന് സൗഖ്യമായി കഴിഞ്ഞു. ആ ചരിത്രത്തെ ഓർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ആഫ്റ്റർ ദിസ്, അതിനുശേഷം, അല്ല പല കാര്യങ്ങൾക്ക് ശേഷമെങ്കിലും പ്രത്യേകിച്ച് രാജഭൃത്യന്റെ മകനെ വാക്കിനാൽ സൗഖ്യമാക്കിയതിനെ തുടർന്ന്, എങ്കിലും അവിടുത്തെ പ്രത്യേകത ഒരു മണിക്കൂർ, ഇല്ലെങ്കിൽ ആ സംസാരിച്ച ആ നിമിഷത്തിലല്ല, ആ മണിക്കൂറിൽ, ഇൻ ദാറ്റ് സെയിം അവർ, അതേ നാഴികയിൽ സൗഖ്യമായി തുടങ്ങി. അത് ബാക്ക്ഡ്രോപ്പിൽ വെച്ചുകൊണ്ട് ഇതാ യോഹന്നാൻ അപ്പോസ്തലൻ അടുത്ത ലെവലിലേക്ക് ഇറങ്ങുക. ആഫ്റ്റർ ദിസ്, ഈ ചില കാര്യങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു? യേശു കർത്താവ് യെരുശലേമിലേക്ക് വന്നു. യെരുശലേം എന്നുള്ള വാക്ക് ആ ആത്മീയ അനുഭവങ്ങളുടെ ഉയർന്ന അനുഭവങ്ങൾ കാണിക്കുന്നതാണ്. യെരുശലേമിൽ, രാജാവിന്റെ നഗരത്തിൽ ദേവാലയമുണ്ട്. അവിടെ
വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യം എന്നതുപോലെ ഷെക്കൈന ആലയത്തിൽ ഇറങ്ങി നിൽക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. യെരൂശലേം പട്ടണത്തിൽ വസിക്കുന്നത് തന്നെ പലരുടെയും ജീവിതത്തിൽ ഒരു ഭാഗ്യമായി എണ്ണുന്നവരുണ്ട്. യെരൂശലേമിൽ വസിക്കുന്നവരുടെ ഇടയിൽ അവിടെ നിന്നും യെരിഹോ നഗരത്തിലേക്ക് പോയ ഒരു മനുഷ്യനെ കുറിച്ച് കാണുവാൻ സാധിക്കും. ആ ഉപമയിൽ കർത്താവായ യേശു ചിത്രീകരിക്കുന്നത് ആത്മീയ അനുഭവങ്ങളുടെ ഉയർന്ന അനുഭവങ്ങളിൽ നിന്നും ഇതാ പിന്മാറ്റത്തിലേക്കും ഇതാ യെരിഹോ പട്ടണത്തിന്റെ തകർന്ന അനുഭവത്തിലേക്കും പോകുന്ന ആത്മീയ അധപ്പതനങ്ങളെ കുറിച്ച് കർത്താവ് പറയുമ്പോഴും യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുന്നതായി ചിത്രീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. എനിവേസ്, ഇവിടെ യെരൂശലേമിലേക്ക് കർത്താവ് പോവുകയാണ്. ആരാധനയുള്ള സ്ഥലം, ആത്മീയ അനുഭവങ്ങളുള്ള സ്ഥലം, മാത്രമല്ല ദൈവ സാന്നിധ്യമുള്ള സ്ഥലം, രാജാവിന്റെ നഗരം. യെരൂശലേമിലേക്ക് ഇതാ യേശു കർത്താവ് ചെന്നു. എങ്കിലും 3-ാം വാക്യത്തിൽ വായിക്കുന്ന 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ യെരൂശലേമിൽ തന്നെ ഗ്രേറ്റ് നമ്പർ ഓഫ് സിക്ക് ആൻഡ് നീഡി പീപ്പിൾ, വലിയ ആവശ്യത്തിലിരിക്കുന്നവരും രോഗികളായിട്ടുമുള്ള അനേകർ, വലിയൊരു സംഖ്യ, വലിയൊരു എണ്ണം ആൾക്കാർ യെരൂശലേമിൽ ഉണ്ടായിരുന്നു. പലരുടെയും വിചാരം പാപികളുടെ ഇടയിൽ മാത്രമേ രോഗികളുള്ളെന്നാണ്. നോ, യെരൂശലേമിൽ തന്നെ ആത്മീയ ആരാധനകളുടെ നടുവിൽ തന്നെ, സഭാരാധനകളിൽ ഏറ്റവും ശക്തമായി ആരാധിച്ചു വരുന്നവരുടെ ഇടയിൽ തന്നെ രോഗികൾ കണ്ടെന്നുവരും, ആവശ്യത്തിലിരിക്കുന്നവർ കണ്ടെന്നുവരും. ചിലപ്പോൾ നമ്മൾ പലരെയും കുറ്റം വിധിക്കാറുണ്ട്. രോഗിയായി തീർന്നത് പാപം നിമിത്തമാണ് രോഗിയായി തീർന്നത്. നോ, ദാറ്റ്സ് റോങ്. രോഗിയായി തീരുവാൻ പാപം വേണമെന്ന ആവശ്യമില്ല. യെരിഹോവിൽ വസിക്കുന്നവർ മാത്രമല്ല രോഗികൾ, യെരൂശലേമിലും രോഗികളും ആവശ്യത്തിലിരിക്കുന്നവർ വലിയൊരു കൂട്ടവും ഉണ്ടായിരുന്നു. യെരൂശലേമിൽ ആരാധനയുടെ നടുവിൽ ആത്മീയ അനുഭവങ്ങളുടെ ആഴമേറിയ അനുഭവങ്ങളിൽ ജീവിക്കുന്നവരിൽ ആരെങ്കിലും ഇന്ന് രോഗികളായി എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഒരു കാര്യം പറയട്ടെ, യേശു കർത്താവ് ബെഥസ്ദയിൽ വന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ബെഥസ്ദ കുളക്കരയിൽ യേശു കർത്താവ് എത്തിയത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് യെരൂശലേമിൽ വസിക്കുന്നവരുടെ ഇടയിൽ രോഗികളായി വന്ന വലിയൊരു കൂട്ടം ആൾക്കാർ ഒരു യാഥാർത്ഥ്യമായി ദൈവവചനത്തിൽ കാണുന്നത് പോലെ ഇന്ന് ഭവനങ്ങളിലായിരിക്കുന്നവർ, വ്യത്യസ്ത അനുഭവങ്ങളിലായിരിക്കുന്നവർ, ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രോഗത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും നടുവിലാണെങ്കിൽ പിശാച് നിങ്ങളെ അടിച്ചമർത്താതിരിക്കാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അരികിൽ വന്ന് സൗഖ്യമാക്കുന്ന ഒരുവൻ കർത്താവായ യേശു ഇന്ന് നമ്മളുടെ അരികിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ചിലർ പറയണം, താങ്ക് യു ലോർഡ്, ഈ വചനം ഞാൻ സ്വീകരിക്കുകയാണ്, എൻ്റെ അരികിൽ യേശു കർത്താവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കരം പിടിച്ച് എന്നെ ഉയർത്തുവാൻ, എൻ്റെ കരം പിടിച്ച് എന്നെ സൗഖ്യമാക്കുവാൻ കാൽവറി ക്രൂശിൽ എനിക്കായി സൗഖ്യം നൽകിയവൻ തൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുകയാൽ ആ കാൽവറി ക്രൂശിൽ എനിക്കായി നൽകിയ സൗഖ്യം ഞാൻ ഏറ്റെടുക്കുകയും എൻ്റെ ബലഹീനതകൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ ഭാരങ്ങൾ ഞാൻ യേശുവിൻ്റെ അരികിൽ നൽകി പകരം യേശുവിങ്കിൽ നിന്നും വരുന്ന സൗഖ്യവും ആരോഗ്യവും ബലവും കൃപയും ഞാൻ സ്വീകരിക്കുന്നു എന്നിന്ന് പകൽക്കാലം ചിലർ ഏറ്റുപറഞ്ഞാൽ ഐ ബിലീവ് there will be a divine exchange. ഒരു വലിയ കൈമാറ്റം ഈ മണിക്കൂറിൽ തന്നെ നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മെസ്സേജ് അവസാനിച്ചു കഴിയുമ്പോഴത്തേക്ക്, അല്ല പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, ചിലരുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ ഈ വാക്കുകൾ ഏറ്റെടുക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ഒരു വലിയ കൈമാറ്റവും നടന്നിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില രോഗങ്ങൾ വിട്ടുമാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ടോർസോ, ശരീരത്തിൽ ലിവർ, ഗോൾ ബ്ലാഡർ, ശരീരത്തിലുള്ള ചില അവയവങ്ങളിൽ സൗഖ്യം വ്യാപരിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുക. ആ വിശ്വാസത്തോടെ ചില ശരീരത്തിൻ്റെ മേൽ അവർ കൈവച്ച് പ്രാർത്ഥിക്കണം. ഗോൾ ബ്ലാഡറിലും ലിവറിലും ചില ഹീലിങ്സ് കർത്താവ് വായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അങ്ങനെ ഹീലിങ്സ് നടക്കുക മാത്രമല്ല, അസ്ഥികളിൽ വരെ വ്യാപരിക്കുന്ന ആരോഗ്യത്തിൻ്റെ ഒരു പകർച്ചയ്ക്കായി, കാര്യം ഡിവൈൻ ഹീലിംഗ്, ദിവ്യമായി സൗഖ്യമാക്കുന്ന ഒരു ശക്തി മാത്രമല്ല, ഡിവൈൻ ഹെൽത്ത്, ദിവ്യമായ ആരോഗ്യവും നമ്മുടെ അവകാശമാണ്. എനിക്ക് വേദനയുള്ളപ്പോൾ, ഭാരമുള്ളപ്പോൾ, രോഗമുള്ളപ്പോൾ, കഷ്ടമുള്ളപ്പോൾ അതിൽ വിടുതലും സൗഖ്യവും മാത്രമല്ല എൻ്റെ അവകാശം, ഡിവൈൻ ഹെൽത്ത് എൻ്റെ അവകാശമാണ്. നമ്മളിൽ എല്ലാവരുടെയും ശരീരത്തിലേക്ക് അങ്ങനെ ഒരു ആരോഗ്യത്തിൻ്റെയും ദൈവശക്തിയുടെയും പകർച്ച ദൈവം അയക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെരൂശലേമിൽ ആവശ്യത്തിലിരിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാർ
ബെഥസ്ദ കുളത്തിന്റെ 5 മണ്ഡപങ്ങളിലായി ഇരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. ആ വലിയ ആവശ്യത്തിലിരിക്കുന്നവരെ പോലെ ഇന്നിരിക്കുന്നവരുണ്ടോ? അവരോട് ചില കാര്യങ്ങൾ യേശു കർത്താവിനെ കുറിച്ച് തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും 4-ാം വാക്യത്തിൽ കാണുന്ന ഒരു ആശയം നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് യേശു കർത്താവിനെ കുറിച്ച് തന്നെ വീണ്ടും പറയുവാൻ ആഗ്രഹിക്കും. 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഒരു സീസണിൽ, ഒരു കാലത്തിൽ, എപ്പോഴാന്ന് വ്യക്തമല്ല, there is a season. ആ സീസൺ ആകുമ്പോൾ ഒരു ദൂതൻ ഇറങ്ങി വന്ന് കുളം കലക്കും, വെള്ളം ഇളക്കും. ആ സീസൺ ആർക്കും അറിയത്തില്ല എപ്പോഴാന്ന്. 38 നീണ്ട വർഷങ്ങൾ കുളക്കരയിൽ കിടന്ന വ്യക്തിക്ക് പോലും ആ സീസൺ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. എങ്കിലും ഇറ്റ്സ് എ സീസൺ. സീസൺസിന് ഋത്തമുണ്ട്, എല്ലാ സീസൺസിനും ഒരു ഋത്തമുണ്ട്. എങ്കിലും ചില സീസൺസ് മനസ്സിലാക്കുവാൻ സ്പിരിച്വൽ ഡിസേൺമെന്റ്, ആത്മീയ വിവേചനം ആവശ്യമാണ്. 38 നീണ്ട ആണ്ടുകൾ ഈ മനുഷ്യൻ കുളക്കരയിൽ കിടന്നിട്ടും ആ സീസൺ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. പലരുടെയും ജീവിതത്തിൽ സീസൺ മനസ്സിലാകാത്തതുകൊണ്ട് വിടുതലുകൾ ലഭിക്കാറില്ല. കാലങ്ങളെക്കുറിച്ചും സമയങ്ങളെക്കുറിച്ചും അറിവില്ലാത്തവരല്ലല്ലോ നമ്മൾ. എങ്കിലും അത് അറിയേണ്ടതുപോലെ അറിയാത്തതിനാൽ പലപ്പോഴും പല വിടുതലുകളും നടക്കാറില്ല. ഇവിടെ ഈ മനുഷ്യൻ എല്ലാ വർഷവും സീസൺസ് തുടർച്ചയായി വരുന്നത് ശ്രദ്ധിച്ചിട്ടും അതിൻ്റെ ഋത്തം മനസ്സിലാക്കുവാൻ കഴിയാതെ, ഞാനൊരു കാര്യം വിശ്വസിക്കുക, ആ സീസൺ മനസ്സിലാക്കിയായിരുന്നെങ്കിൽ 38 വർഷത്തെ അഡ്വാൻറ്റേജ് തനിക്കുണ്ട്. താൻ ആ സീസൺ മനസ്സിലാക്കിയായിരുന്നെങ്കിൽ, ദൂതൻ വെള്ളത്തെ ഇളക്കുന്ന സമയം മനസ്സിലാക്കിയായിരുന്നെങ്കിൽ, ആ സമയത്ത് ആ വെള്ളത്തിന്റെ അരികിൽ വന്ന് കിടന്നേനെ. ആ സീസൺ മനസ്സിലാക്കിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ മറ്റാർക്കെങ്കിലും ആ വെള്ളത്തിൽ ഇറങ്ങുവാൻ സാധിക്കുന്നതിന് മുൻപേ കുറഞ്ഞ പക്ഷം ഉരുണ്ടങ്ങോട്ട് വെള്ളത്തിന്റെ അകത്തോട്ട് വീണേനെ. എങ്കിലും മേ ബി ഒരു പക്ഷേ എൻ്റെ ധാരണ ഞാൻ പറയുക, ഒരു പക്ഷേ തനിക്ക് ആ സീസൺ മനസ്സിലാക്കുവാൻ സാധിച്ചില്ലെങ്കിലും ദൂതൻ ഒരു കൃത്യ സീസണിൽ വരുന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. ദൂതന്മാരുടെ ശുശ്രൂഷ അന്നും ഇന്നും, വചനത്തിന്റെ ആരംഭങ്ങൾ മുതൽ ദൈവവചനത്തിന്റെ അവസാനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വരെ ദൂതന്മാരുടെ ശുശ്രൂഷകൾ ഒരു യാഥാർത്ഥ്യമാണ്. രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടിയുള്ള സേവകാത്മാക്കന്മാരായി ദൈവത്തിന്റെ വചനം ദൂതന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ ദൂതന്മാരുടെ ശുശ്രൂഷകൾ നമ്മൾക്ക് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ള വസ്തുത മറക്കരുത് എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ദൂതന്മാരുടെ ശുശ്രൂഷകൾ ഒരു യാഥാർത്ഥ്യമായിരുന്നു. ചിലർക്ക് ദൂതന്മാരെ കാണുവാൻ സാധിക്കും, എല്ലാവർക്കും ദൂതന്മാരെ കാണുവാൻ സാധിക്കുകയില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചില സമയങ്ങളിൽ ദൈവസന്നിധിയിൽ അല്ല, പകരം കണ്ണു തുറന്നിരിക്കുമ്പോൾ വെളിപ്പാടുകൾ, ദർശനങ്ങൾ കാണുന്ന പ്രവാചകനെ കാണുവാൻ സാധിക്കും. തനിക്ക് കണ്ണു തുറന്നിരിക്കുമ്പോൾ ദൂതനെ കാണുവാൻ സാധിക്കുമായിരുന്നു. എങ്കിലും ചിലപ്പോൾ താനും ദൂതനെ കാണാതെ പോയ സംഭവങ്ങളുണ്ട്. തന്റെ കഴുത ദൂതനെ കണ്ടു, എങ്കിലും താൻ ദൂതനെ കാണാൻ സാധിച്ചില്ല. ദൈവം ചിലപ്പോൾ കണ്ണുകൾ തുറക്കും. ദാവീദ് രാജാവിന്റെ കണ്ണുകൾ ദൈവം തുറന്നിരുന്നു. പലപ്പോഴും തനിക്ക് ദൈവത്തിന്റെ ദൂതന്മാരെ കാണുവാൻ സാധിക്കുമായിരുന്നു. തന്റെ അരികിൽ നിൽക്കുന്നവർക്ക് കാണുവാൻ സാധിക്കത്തില്ല, എങ്കിലും തനിക്ക് കാണുവാൻ സാധിക്കും. ശൗലും തന്റെ സ്നേഹിതരും എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ we all fell, ഞങ്ങൾ എല്ലാവരും ആ വെളിച്ചത്തിന്റെ മുൻപിൽ വീണു. ഒരുവന് മാത്രമേ മാനസാന്തരവും രൂപാന്തരവും ഉണ്ടായുള്ളൂ. ഒരുവൻ മാത്രമേ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നുള്ള ശബ്ദം കേട്ടുള്ളൂ. മറ്റുള്ളവർക്ക് ഇടിമുഴങ്ങുന്നത് പോലെ ഏതൊക്കെയോ ശബ്ദം കേട്ടുവെങ്കിലും അവരുടെ ആത്മീയ കണ്ണുകൾ കുരുടായിരുന്നതിനാൽ, അവരുടെ ആത്മീയ കാതുകൾ മങ്ങിഭവിച്ചിരുന്നതിനാൽ അവർക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനോ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ കാഴ്ചകൾ കാണുവാനോ കഴിയാതെ അവരുടെ കണ്ണുകൾ കുരുടായില്ല. ആ കണ്ണ് കുരുടായത് ശൗലിന്റെ മാത്രമേ ഉള്ളൂ. നട്ടുച്ച സൂര്യന്റെ പ്രകാശത്തെ വെല്ലുന്ന പ്രകാശം തന്റെ കണ്ണുകളിൽ തട്ടിയപ്പോൾ തന്റെ കണ്ണ് കുരുടായിപ്പോയി. ആത്മകണ്ണുകളാണ് അത് കണ്ടത്, എങ്കിലും തന്റെ കണ്ണുകളാണ് കുരുടായത്. മറ്റുള്ളവർ ആ പ്രകാശം കണ്ടില്ല, കാര്യം അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിരുന്നില്ല. അതുകൊണ്ട് അവരുടെ ആത്മാവിൽ അതേ അന്തരീക്ഷത്തിൽ വ്യാപരിച്ച ആ നട്ടുച്ചയുടെ സൂര്യന്റെ വെളിച്ചത്തെ വെല്ലുന്ന, പ്രകാശത്തെ വെല്ലുന്ന വെളിച്ചം അവർക്ക് ചുറ്റും മിന്നിയെങ്കിലും അവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാഞ്ഞതിനാൽ അവർക്ക് ആ കാഴ്ച കാണുവാൻ സാധിച്ചില്ല. ശൗൽ എന്ന മനുഷ്യന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചതിനാൽ താൻ ആ വെളിച്ചം കണ്ടു. തന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു. തന്റെ ആത്മകണ്ണുകളാൽ താൻ ആ പ്രകാശം കണ്ടപ്പോൾ തന്റെ ശരീരത്തിന്റെ കണ്ണുകൾ കുരുടായിപ്പോയി.
തന്റെ കാതുകളിൽ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത് എന്നുള്ള ശബ്ദം വ്യക്തമായി കേട്ടു. യേശു കർത്താവിന്റെ ശബ്ദം വ്യക്തമായി കേട്ടു. താൻ തിരിച്ചു സംസാരിച്ചു, കർത്താവേ നീ ആരാകുന്നു? യേശു കർത്താവ് തിരിച്ചു മറുപടി പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. തനിക്കൊരു ആത്മീയ എൻകൗണ്ടർ, തനിക്കൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ആത്മീയ അനുഭവം ഉണ്ടായി. കൂടെ വന്നവർക്ക് ഏതൊക്കെയോ അനുഭവങ്ങൾ ഉണ്ടായി, എങ്കിലും വ്യക്തമായ ഒരു ആത്മീയ അനുഭവം ഉണ്ടായതുമില്ല. പലരും സ്പിരിച്വലി എക്സ്ട്രീംലി സെൻസിറ്റീവ്, വളരെ വ്യക്തമായ കാഴ്ചകൾ കാണും. ഞാൻ വിശ്വസിക്കുന്നത്, ആഗ്രഹിക്കുന്നവരുണ്ടോ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടോ, നമ്മുടെ ഹൃദയദൃഷ്ടിയെ ദൈവം പ്രകാശിപ്പിക്കും. ഈ മനുഷ്യനും അല്ല, ആ മണ്ഡപത്തിൽ കിടക്കുന്ന പലർക്കും ദൂതനെ കാണത്തില്ല, എങ്കിലും ദൂതൻ വന്നു കഴിഞ്ഞാൽ ചില പ്രവൃത്തികൾ നടക്കും. ആ പ്രവൃത്തികൾ കാണുവാൻ പാരമ്പര്യം നിമിത്തവും തൻ്റെ അനുഭവങ്ങളും അറിവും നിമിത്തവും അവർക്ക് സാധിച്ചു. അവർക്കറിയാം, ആംപ്ലിഫൈഡ് ബൈബിളിൽ വായിക്കുമ്പോൾ the waters bubbled up എന്നാണ് കാണുന്നത്. ഇല്ലെങ്കിൽ കുമിളകൾ പോലെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും ഉയർന്നു വരുന്ന ഏതോ ഒരു ഫിനോമിനം അവിടെ കാണുവാനിടയായി തീർന്നു. വെള്ളത്തിൻ്റെ അകത്തുനിന്ന് കുമിളകൾ പോലെ പൊങ്ങി വരുന്ന ഏതോ അനുഭവം കാണുമ്പോൾ, ആംപ്ലിഫൈഡ് ബൈബിൾ അനുസരിച്ച്, ഇല്ലെങ്കിൽ മലയാളത്തിൽ വരുന്നത് വെള്ളത്തിൻ്റെ ഇളക്കം കാണുമ്പോൾ, ആ വെള്ളത്തിൽ നടക്കുന്ന ചലനങ്ങൾ കാണുമ്പോൾ, കിങ് ജെയിംസ് വേർഷനിൽ മൂവിങ് ഓഫ് ദ വാട്ടേഴ്സ്, വെള്ളത്തിൻ്റെ ചലനങ്ങൾ, വെള്ളത്തിൻ്റെ ഇളക്കം കാണുമ്പോൾ അവർക്കൊരു കാര്യം അറിയാം, ഇതാ സാധാരണമായി ഇത് സംഭവിക്കത്തില്ല. കാര്യം ഇതിൻ്റെ അകത്ത് മീനില്ല, ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അകത്ത് ഇളക്കം തട്ടാൻ സാധാരണമായി സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണെങ്കിലും ഈ വെള്ളത്തിൻ്റെ അകത്ത് ഇളക്കം തട്ടിയെങ്കിൽ ഏതോ ഒരു സംഭവം ഇതിൻ്റെ അകത്തുണ്ട്. അതിനെ റാഷണൽ, യുക്തിമായി ഒരിക്കലും മറുപടി പറയാൻ സാധിക്കത്തില്ല, മറുപടി പറയാൻ പരിശ്രമിച്ചുമില്ല. ഞാനൊരു കാര്യം ഒന്ന് എൻ്റെ ഭാവനയിൽ പറയുക, യുക്തിപരമായി അതിന് മറുപടി പറയണമെങ്കിൽ ഒരുപക്ഷേ ഏതെങ്കിലും ഒരു യുക്തിപരമായ മറുപടി കണ്ടുപിടിക്കുവാനും സാധിക്കുമായിരിക്കും. സർഫസ് ടെമ്പറേച്ചറും അടിയിലത്തെ ടെമ്പറേച്ചറും മാറ്റങ്ങൾ വരുമ്പോൾ, ഇല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഈ മാറ്റങ്ങൾ വരുമ്പോൾ ഏതൊക്കെയോ സയന്റിഫിക് ആയിട്ടുള്ള യുക്തിപരമായിട്ടുള്ള മറുപടികൾ കണ്ടുപിടിക്കുവാൻ പരിശ്രമിച്ചെന്ന് വരാം. എങ്കിലും ചില സ്പിരിച്വൽ ഡൈമെൻഷൻസ്, ചില ആത്മീയ മണ്ഡലങ്ങളെ ഒരു യുക്തിക്കും ഒതുക്കുവാൻ സാധിക്കുകയില്ല. 38 വർഷം അവിടെ കിടന്ന മനുഷ്യനും പാരമ്പര്യമായി എത്ര വർഷങ്ങളുടെ പാരമ്പര്യമുണ്ടെന്നറിയത്തില്ല. ബെഥസ്ദ കുളക്കരയിൽ കിടക്കുന്നവർക്കും വന്നിരിക്കുന്നവർക്കും ആ പട്ടണത്തിലുള്ളവർക്കും യെരുശലേമിലുള്ളവർക്കും ഒരു കാര്യം അറിയാം, ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷനും യുക്തിപരമായ യാതൊരു മറുപടിയും ഇല്ലാത്തതുപോലെ ഈ വെള്ളം ഇളക്കം തട്ടുന്നത്, കലങ്ങുന്നത് ഞങ്ങൾക്കറിയാം. മാത്രമല്ല, അതിനേക്കാൾ ഉപരി ആർക്കും യാതൊരു രീതിയിലും മറുപടി പറയുവാൻ കഴിയാത്തതുപോലെ അതിനുശേഷം ഇറങ്ങുന്ന ഏത് രോഗം ബാധിച്ചവനാണെങ്കിലും അവൻ്റെ രോഗം സൗഖ്യമായിരിക്കും. മെയ്ഡ് ഹോൾ, രോഗം സൗഖ്യമായിരിക്കും. വർഷങ്ങളായി അവിടെ വന്ന അനേകർ സൗഖ്യം പ്രാപിക്കുന്നത് യാഥാർത്ഥ്യമാണ്. ഇല്ലെങ്കിൽ കുളത്തിൻ്റെ കരയിൽ വളരെ ആൾക്കാർ കിടക്കേണ്ട ആവശ്യമില്ല. ഇവരാരും ബുദ്ധിയില്ലാത്തവരല്ല, ഇവരാരും വിവരമില്ലാത്തവരല്ല. ഇവർക്കൊക്കെ അറിയാം ഇതിൻ്റെ അകത്ത് തക്ക സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വിടുതലാണ്. അതുകൊണ്ടാണ് വലിയൊരു കൂട്ടം ആൾക്കാർ അവിടെ കടന്നു വന്നിരുന്നത്. ആ ദിവസങ്ങളിലും ലൂക്കോസ് മുതൽ പല വൈദ്യന്മാർ സമൂഹത്തിലുണ്ടെങ്കിലും അവർക്കൊരു കാര്യം അറിയാം, there is an element of supernatural healing. അസാധാരണമായി, അമാനുഷികമായി, ദൈവത്തിങ്കിൽ നിന്ന് വരുന്നത് പോലെ, സ്വർഗീയ അനുഭവങ്ങൾ പോലെ ദൂതൻ വന്ന് വെള്ളമിളക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ ഇളക്കം തട്ടുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ സൗഖ്യമാക്കും. They were spiritually sensitive. അവർക്ക് അവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ച് അവരുടെ ആത്മമനുഷ്യന്റെ ഫെയ്ത്ത്, ആത്മമനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ തഴക്കത്താൽ അഭ്യസിച്ചില്ലെന്ന് മാത്രമല്ല, അത് ഉണർത്തിയിട്ട് പോലുമില്ല. അവർക്ക് ദൂതനെ കാണുവാൻ സാധിക്കുകയില്ല, ദൂതൻ വരുന്നത് കാണുവാൻ സാധിക്കത്തില്ലെങ്കിലും അവരുടെ ബിലീഫ് സിസ്റ്റം, അവരുടെ മനസ്സിലുള്ള അറിവ് കൊണ്ട്, അവരുടെ പാരമ്പര്യം കൊണ്ട് അവർക്കൊരു കാര്യം അറിയാം, ഇവിടെ നിരന്തരം വരുന്ന ഒരു ദൂതന്റെ ശുശ്രൂഷയുണ്ട്. അവർക്ക് കണ്ണുകൾ കൊണ്ട് കാണത്തില്ല, ആത്മമനുഷ്യന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടില്ല, അവർക്ക് ദൂതന്റെ ശബ്ദം കേൾക്കത്തില്ല. കാര്യം അവരുടെ ആത്മമനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ ഇതുവരെ ഉണർത്തിയിട്ടില്ല. എങ്കിലും അവരുടെ പാരമ്പര്യവും അവരുടെ അറിവും അവരുടെ ബിലീഫ് സിസ്റ്റം അവർക്കൊരു കാര്യം നിശ്ചയമായിട്ടും പറഞ്ഞു കൊടുത്തു, ഇവിടെ കിടന്നു കഴിഞ്ഞാൽ, വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ സൗഖ്യമുണ്ടായിരിക്കും. ഇന്ന് പലരും ഒരു കാര്യം തിരിച്ചറിയണം, ദൂതന്മാർ ദൈവം അയച്ച് അവർ വന്ന്, അവർ കാവലിനായി, അവർ സൗഖ്യത്തിനായി, പ്രാർത്ഥനയുടെ മറുപടികൾക്കായി ദൈവം അയച്ച് അവർ നമ്മുടെ അരികിൽ വന്നാൽ തിരിച്ചറിയുവാൻ നമ്മൾക്ക് സാധിച്ചില്ലെങ്കിൽ
വാട്ട് ഈസ് ദ ഫസ്റ്റ് പ്രിഫറൻസ്? ഒന്നാമത്തെ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി നമ്മുടെ കണ്ണുകൾ തുറന്നു കാണണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, അങ്ങനെ ആത്മീയ അനുഭവങ്ങളും ആത്മീയ ഇന്ദ്രിയങ്ങൾ ഉണർത്തപ്പെട്ടവരും സഭയ്ക്കകത്ത് ഈ ദിവസങ്ങളിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ധാരാളം വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിലും പലപ്പോഴും പ്രായമാകുമ്പോൾ പലരുടെയും മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതാകും പല കാരണങ്ങളാൽ. അതിനോട്ടൊന്ന് സംസാരിക്കുവാൻ സമയമെടുക്കുന്നില്ലെങ്കിലും സ്പിരിച്വൽ സെൻസിറ്റിവിറ്റീസ് ഒതുങ്ങിപ്പോയ, ഇല്ലാതായിപ്പോയ ഒരു തലമുറയുടെ നടുവിൽ നമ്മളിൽ പലരും, ഈ കമ്മ്യൂണിറ്റിയിലുള്ള പലരും ആത്മീയ കൃപാവരങ്ങൾ, ആത്മീയ ഇന്ദ്രിയങ്ങൾ ഉണർത്തപ്പെട്ടവരായി പുറത്തു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങൾ, നമ്മളുടെ കുഞ്ഞുങ്ങൾ പോലും ദർശനങ്ങൾ കാണുവാൻ, വെളിപ്പാടുകൾ കാണുവാൻ, അതിൽ കൂടെ വർദ്ധിച്ചു വരുവാൻ, അങ്ങനെ സ്പിരിച്വൽ ഗൈഡൻസ് ഉള്ളവരായി പുറത്തു വരുവാൻ നമ്മളിൽ പലരും പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറഞ്ഞപക്ഷം ആത്മീയ ഇന്ദ്രിയങ്ങൾ, the sense faculties of the spirit man, ആത്മമനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ ഉണർത്തിയിട്ടില്ലെങ്കിൽ പോലും കുറഞ്ഞപക്ഷം ആത്മമനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ ഉണർത്തി കിട്ടിയ ആത്മീയ കൃപാവരങ്ങളും ആത്മീയ ഇന്ദ്രിയങ്ങളും പ്രയോജനപ്പെടുത്തുന്നവരുടെ വാക്കുകൾ ശ്രവിച്ച്, ഫെയ്ത്ത് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബിലീഫിൽ കൂടെ, അറ്റ്ലീസ്റ്റ് ഹൃദയത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിൽ കൂടെ, മനസ്സിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിൽ കൂടെ, കേട്ട അനുഭവങ്ങളുടെ വെളിച്ചത്തിലെങ്കിലും എങ്ങനെയാണ് ദൈവപ്രവർത്തികൾ എന്ന് തിരിച്ചറിഞ്ഞ് രോഗസൗഖ്യങ്ങൾക്കും വിടുതലുകൾക്കും ദൈവഹിതത്തിന്റെ സമ്പൂർണ്ണതയ്ക്കായും നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ ഇറ്റ് വിൽ ബി a blessing, നമ്മൾക്കൊരു അനുഗ്രഹമായിരിക്കും. എനിവേസ്, ആ ബെഥസ്ദ കുളക്കരയിൽ കിടന്ന ആർക്കും തന്നെ, ഐ ബിലീവ്, ഒരുപക്ഷെ ആർക്കും തന്നെ ദൂതൻ വരുന്നത് കാണുവാൻ സാധിക്കുന്നില്ലായിരുന്നു. ദൂതന്റെ ശബ്ദം ശൗൽ കേട്ടതുപോലെ, മോശ കേട്ടതുപോലെ കേൾക്കുവാനോ കാണുവാനോ സാധിച്ചില്ലെങ്കിലും അവരുടെ ബിലീഫ് സിസ്റ്റം, അവരുടെ പാരമ്പര്യത്തിൽ കൂടെ വന്ന ചില കാര്യങ്ങൾ നിമിത്തം അവർക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ ദൂതൻ വരും. ആ ദൂതന്റെ ശുശ്രൂഷയ്ക്കായി ഒരുക്കത്തോടെ വന്ന പലരും സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോയി. എങ്കിലും സീസൺ മനസ്സിലാക്കാതെ, മാത്രമല്ല അതിനുവേണ്ടി ഒരിക്കലും പ്രയോജനം ഏറ്റെടുക്കുവാൻ കഴിയാത്തതുപോലെ പോയ ഒരു 38 ആണ്ടുകൾ, നീണ്ട ആണ്ടുകൾ കുളക്കരയിൽ കിടന്ന ഒരു രോഗിയെ ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ അങ്ങനത്തെ അനുഭവത്തിൽ കിടക്കുന്ന പലരുമുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ, ശത്രു നമ്മളെ ഒതുക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പിന്നെ പുറത്തു വരാൻ സാധിക്കത്തില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. യെശയ്യാ പ്രവചനത്തിൽ കാണുന്നു, കാത്തിരിക്കുന്നവരുടെ പ്രത്യേകത, അവർ ചിറകടിച്ച് പറന്നുയരും. കഴുകന്മാർ ചിറകടിച്ച് പറന്നുയരുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ മഴയുടെ മേഘം, കാർമേഘങ്ങൾ ഉയർന്നു വരുമ്പോൾ തന്നെ ഈ പറവകൾ, ഈ പരുന്ത് ഇല്ലെങ്കിൽ ഈ കഴുകൻ, അവൻ ചിറകടിച്ച് മഴയുടെ മേഘത്തിന്റെ മീതെ പറന്നുയരുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് പറയുവാൻ കാര്യമെന്ത്? കാര്യം പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ മേഘങ്ങൾ വരുമ്പോൾ അതിന് മീതെ പറന്നുയരുവാൻ, കാറ്റിന്റെ ഗതിക്കനുസരിച്ച് ചിറകുകൾ വിടർത്തി പറന്നുയരുവാൻ സാധിച്ചില്ലെങ്കിൽ പലപ്പോഴും ഈ മഴയുടെ തുള്ളികൾ നമ്മളുടെ തൂവലുകളെ നനച്ചു കളയും. ഈ തൂവലുകളിൽ സാധാരണഗതിയിൽ ഒരു കോട്ടിംഗ് ഉണ്ട്. വെള്ളം എത്ര വന്നാലും ആ തൂവലുകൾ താമരയുടെ ഇലയുടെ മുകളിൽ വെള്ളം പറ്റാത്തതുപോലെ ഈ കഴുകന്റെ ചിറകിൽ ഒരിക്കലും വെള്ളം പറ്റാത്തതുപോലുള്ള ഒരു കോട്ടിംഗ് ഉണ്ടെങ്കിലും മറുവശവുമുണ്ട്. ദീർഘനാളുകൾ അതിൻ്റെ മേൽ വെള്ളം വീണുകൊണ്ടിരുന്നാൽ പിന്നെ കുതിർന്നു പോകും. പിന്നെ നമുക്കറിയാം, നാട്ടിൽ പൊരുന്നക്കോഴിയൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടോന്ന് പോലും അറിയത്തില്ല, പ്രത്യേകിച്ച് കൊറോണ സീസൺ. ഇല്ലെങ്കിലും അങ്ങനെ ആ തൂവൽ നനഞ്ഞ ഒരു പറവ ആദ്യമേ അതൊന്ന് കുടഞ്ഞാൽ അതിൻ്റെ മണ്ടയിലുള്ള വെള്ളമെല്ലാം അങ്ങ് തെറിച്ചു പോകുമെങ്കിലും കൺസിസ്റ്റന്റായി, തുടർമാനമായി ആ പ്രതികൂലത്തിൽ, ആ വെള്ളത്തിൽ അത് നനഞ്ഞു കിടന്നാൽ പിന്നെ അതിന് ചിറകടിച്ച് പറന്നുയരുവാൻ സാധിക്കുകയില്ല. പ്രതികൂലങ്ങൾ വരും, സത്യമാണ്. മഴത്തുള്ളികൾ നമ്മളുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ഈ കഴുകന്റെ ശരീരത്തിൽ വീഴുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും ഒരു കാര്യം കഴുകൻ തിരിച്ചറിയുന്നു, ഇവിടെ ഇരുന്നു പോയാൽ പിന്നെ ഒരിക്കലും എനിക്ക് പറന്നുയരുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ ചിറകടിച്ച് കാർമേഘങ്ങൾക്ക് മീതെ പറന്നുയരണം. അതൊരു യാഥാർത്ഥ്യമാണ്. കഴുകൻ കാർമേഘങ്ങൾക്ക് മീതെ പറന്നുയരും. മഴ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് മടങ്ങി വരികയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും 38 ആണ്ടുകൾ ഈ കുളക്കരയിൽ കിടന്ന ഒരു മനുഷ്യന്റെ പ്രത്യേകത, ചിറകുകൾ നനഞ്ഞുപോയ ഒരു കഴുകനെ പോലെ പറന്നുയരുവാൻ കഴിയാതെ താൻ അവിടെ അസ്തമിച്ചു. ഇന്നെ ശ്രദ്ധിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉയർന്ന് പറക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലും എത്ര പരിശ്രമിച്ചാലും കടക്കാത്തതുപോലെ, എവിടെയോ ശ്രദ്ധിക്കാതെ
തളർന്നുപോയ ചിലർ, ഒതുങ്ങിപ്പോയ ചിലർ, ഇന്ന് പകൽക്കാലം ആത്മാവിൻ്റെ ഒരു പുതിയ ചലനം നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഉള്ള പലർക്കും ദൂതന്മാരുടെ ശുശ്രൂഷയിൽ രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. 38 ആണ്ടുകൾ അവിടെ കിടന്നുപോയെങ്കിൽ കർത്താവായ യേശു തന്നെ വന്ന് സൗഖ്യമാക്കുന്ന ഒരു എൻകൗണ്ടർ, ഒരു ഏറ്റുമുട്ടൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും, ദൈവം തൻ്റെ ശുശ്രൂഷകന്മാരെ അയക്കും. എങ്കിലും ചിലപ്പോൾ കർത്താവ് പറയും, നോ യു ബീൻ ദെയർ ഫോർ ടു ലോങ്. ഒത്തിരി നാളുകളായി ചിറകുകൾ കുതിർന്നുപോയി, കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുവാൻ സാധിക്കുകയില്ല. 38 ആണ്ടുകൾ നീ കുളക്കരയിലായിപ്പോയി, ഒതുങ്ങിപ്പോയി. ഇനിയും നിന്നെ വിടുവിക്കണമെങ്കിൽ ഞാൻ വ്യക്തിപരമായി വന്നേ മതിയാകും. ഇന്ന് ഞാൻ ആ യേശുവിൻ്റെ ദിവ്യനാമത്തെ ഒന്ന് ഉയർത്തട്ടെ. എല്ലാ നാമത്തിനും മീതെയുള്ള നാമം. ഈ കുളക്കരയിൽ കിടക്കുന്ന വ്യക്തിക്ക് യഹോവ റാഫ എന്നുള്ള നാമം വ്യക്തമായി അറിയാം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ജാതികൾക്ക് വന്ന ഒരു രോഗവും നിനക്ക് വരാതെ നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ നാമം തനിക്കറിയാമായിരുന്നു. ആ നാമത്തിൻ്റെ മുൻപിൽ താൻ തന്നെ തന്നെ ഡെഫിനറ്റ്ലി സമർപ്പിച്ചവനാണ്. കാര്യം താൻ ആ ആത്മീയ അനുഭവങ്ങൾ ഉള്ള ദേശത്ത് പാർക്കുന്നവനാണ്. എങ്കിലും തൻ്റെ ജീവിതത്തിൽ ആത്മീയ അനുഭവങ്ങളുടെ ആഴങ്ങൾ ഒരു വശത്തുണ്ട്. യഹോവ റാഫ എന്നുള്ള ശബ്ദം, ജാതികൾക്ക് വരുത്തിയ രോഗങ്ങൾ നിനക്ക് വരുത്തുകയില്ല എന്നുള്ള വാഗ്ദത്തം ഉള്ള ആ നാമം തൻ്റെ മേൽ വിളിക്കപ്പെട്ട ആ മനുഷ്യൻ എങ്കിലും 38 നീണ്ടാണ്ടുകളായി കുളക്കരയിൽ തന്നെ കിടക്കുകയാണ്. തൻ്റെ മേൽ ആ നാമത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത, നിനക്ക് രോഗം വന്നാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. രോഗം വരാതെ, ജാതികൾക്ക് വന്ന ബാധകളും രോഗങ്ങളും വരാതെ ഞാൻ നിങ്ങളെ പരിപാലിക്കുന്ന ദൈവമാണ് യഹോവ റാഫയാണ് എന്ന് പറയുമ്പോൾ തന്നെ എവിടെയെങ്കിലും നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട്, നമ്മൾ പാപം ചെയ്തതിനാൽ, ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നതിനാൽ ശത്രുവിൻ്റെ ആഘാതങ്ങളേറ്റ് എവിടെയെങ്കിലും രോഗികളായിപ്പോയെങ്കിൽ കർത്താവ് പറയുകയാണ്, നോ, അവിടെ കൊണ്ട് അസ്തമിച്ചില്ല. ഞാൻ രോഗി ആയിക്കഴിഞ്ഞാൽ വീണ്ടെടുക്കുവാൻ ശക്തനാണ്. ഐ വിൽ heal you. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. രോഗം വരാതെ കാത്തു സൂക്ഷിക്കുമെന്ന് മാത്രമല്ല, യഹോവ റാഫ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ആ നാമത്തിൻ്റെ ആ വലിപ്പത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. എങ്കിലും എല്ലാ നാമത്തിനും മീതെയുള്ള യേശുവിൻ്റെ നാമം ഇതാ ഈ 38 ആണ്ടുകൾ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യന്റെ മുൻപിൽ വന്നു നിൽക്കുകയാണ്. തനിക്ക് ആ നാമം ഇപ്പോഴും അറിയത്തില്ലെങ്കിലും, തനിക്കറിയത്തില്ലെങ്കിലും ആ നാമം തൻ്റെ മുൻപിൽ വന്നു നിൽക്കുകയാണ്. തന്നോട് ചോദിക്കുന്ന ചോദ്യം, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? വിൽ യു ബി മെയ്ഡ് ഹോൾ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? തനിക്ക് വേണമെങ്കിൽ ഒത്തിരി തറുതലകൾ പറയാമായിരുന്നു. തനിക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, ഇവിടെ 38 വർഷമായിട്ട് ഞാൻ ഇവിടെ കിടക്കുകയാണ്, സൗഖ്യമാകാൻ മനസ്സില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെങ്കിലും ദേവാലയത്തിൻ്റെ മുൻപിൽ പോയിരുന്ന് ഭിക്ഷ യാചിക്കുകയില്ലായിരുന്നു. എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഭിക്ഷ യാചിച്ച് ജീവിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഇവിടെ ഞാൻ വന്ന് കിടക്കുവാൻ കാര്യം, ഇവിടെ കിടന്നാൽ സൗഖ്യമാകും എന്നുള്ള ഏതോ ഒരു പ്രത്യാശ എൻ്റെ അകത്ത്, വിശ്വാസം എൻ്റെ അകത്തുണ്ട്. എങ്കിലും എൻ്റെ ആശ അറ്റുപോയെങ്കിലും ആ വിശ്വാസം ഇന്നും ഞാൻ സൂക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടക്കുകയാണ്. തനിക്ക് തറുതലകൾ പറയാമായിരുന്നു. ഇവിടെ കിടന്നാൽ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഒത്തിരി മറുപടികൾ തിരിച്ച്, മേ ബി ഔട്ട് ഓഫ് അറഗൻസ്, ഒരു പക്ഷേ തെറ്റായ രീതിയിൽ പ്രതികരിക്കാമായിരുന്നു. എങ്കിലും താൻ പറയുന്നു, കർത്താവേ, ഇല്ലെങ്കിൽ യജമാനനെ, ഇല്ലെങ്കിൽ താൻ പറയുകയാണ്, എന്നെ ഈ വെള്ളത്തിലേക്ക് ഒന്ന് നയിക്കുവാൻ ആരുമില്ല. വെള്ളം ഇളകുമ്പോൾ, വെള്ളത്തിന് ഇളക്കം തട്ടുമ്പോൾ, ദൂതൻ വെള്ളം കുളം കലക്കുമ്പോൾ എന്നെ വെള്ളത്തിലോട്ട് ഇറക്കുവാൻ ആരുമില്ല. ദാറ്റ് ഈസ് മൈ പ്രോബ്ലം. എൻ്റെ പ്രശ്നം. എന്ന് യേശുവിന് പറയാനുള്ളത് നിന്റെ പ്രശ്നത്തെക്കുറിച്ചല്ല. ഒത്തിരി എക്സ്ക്യൂസസ്, ഒത്തിരി പ്രശ്നങ്ങൾ പറയുവാനുണ്ട്. കർത്താവിന് ചോദിക്കാനുള്ളത്, നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? തൻ്റെ ബിലീഫ് ആൻഡ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് തൻ്റെ ഫെയ്ത്ത്, തൻ്റെ മനസ്സിൽ ഉള്ള വിശ്വാസവും തൻ്റെ ആത്മാവിലുള്ള വിശ്വാസവും യേശു കണ്ടു. എങ്കിലും അതിനെപ്പോലും ഒതുക്കിക്കളയുന്ന പ്രത്യാശയറ്റ അനുഭവങ്ങളും യേശു കണ്ടു. ആശ അറ്റുപോയതുപോലെ 38 ആണ്ടുകളായി തൂവൽ കുതിർന്നു പോയ ഒരു കഴുകനെ പോലെ വെള്ളത്തിലേക്ക് ഇറങ്ങുവാൻ കഴിയാതെ, വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ, അകത്തെ വിശ്വാസത്തെയും അകത്തെ ആത്മശക്തിയെയും എല്ലാം ഒതുക്കിക്കളയുന്ന പ്രത്യാശ അറ്റുപോയ, ഒതുങ്ങിപ്പോയ ഒരു വ്യക്തിത്വത്തെ യേശു അവിടെ കാണുകയാണ്.
എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് യു ബിലീവ്, യു സ്റ്റിൽ ബിലീവ്, നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ദൈവത്തിന് എന്നെ വിടുവിക്കുവാൻ സാധിക്കും. നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, പുറത്തു വരാൻ സാധ്യതയുണ്ടെങ്കിലും 38 നീണ്ട ആണ്ടുകൾ പോലെ ഒത്തിരി നാളുകളായി കഴിഞ്ഞു, ഇനിയും എനിക്കൊരു പ്രത്യാശയുണ്ടോ എന്നുള്ള സംശയത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത്രയും വർഷങ്ങൾ ദൂതന്മാരുടെ ശുശ്രൂഷയ്ക്ക് ചെയ്തെടുക്കുവാൻ കഴിയാത്തൊരു കാര്യം ജസ്റ്റ് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി ചെയ്തെടുക്കുവാൻ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ അരികിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ആ യേശു മുൻപിൽ വന്ന് നിൽക്കുകയാണ്. താൻ തിരിച്ചറിയുന്നില്ല. തന്നോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഈ സൗഖ്യമാകുക എന്നുള്ളത് 100% ഫിസിക്കൽ ഹീലിംഗ്, ശാരീരിക സൗഖ്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. എങ്കിലും കിങ് ജെയിംസ് വേർഷനിൽ പറയുന്ന ഒരു വാക്കുണ്ട്, വിൽ thou be made whole. ആ വാക്ക് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, ഹോൾ എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഹോളിസ്റ്റിക് എന്നൊരു വാക്ക് നമ്മളിൽ പലർക്കും പരിചയമുണ്ട്. ഹോളിസ്റ്റിക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരീരത്തെയും പ്രാണനെയും നമ്മുടെ മനസ്സിനെയും നമ്മളുടെ ആത്മാവിനെയും ഒരുമിച്ച് സൗഖ്യമാക്കുന്ന ഒരു വാക്കാണ് ഹോൾ. ശരീരത്തിന് മാത്രം സൗഖ്യം ലഭിക്കുന്നത് ഫിസിക്കൽ ഹീലിംഗ് ഒരു യാഥാർത്ഥ്യമാണ്. പലരുടെയും ജീവിതത്തിൽ ഫിസിക്കൽ ഹീലിംഗ് മാത്രം വരും. ചിലരുടെ ജീവിതത്തിൽ അവരുടെ ഇമോഷൻസ്, അവരുടെ വികാരങ്ങളിൽ സൗഖ്യം വരുമെങ്കിലും അവരുടെ ശരീരം ഇപ്പോഴും പല രോഗങ്ങൾക്കും അടിമയാണ്. പലരുടെ ജീവിതത്തിൽ ശരീരത്തിനും അവരുടെ പ്രാണനും സൗഖ്യം വന്നാലും അവരുടെ ആത്മാവ് പലപ്പോഴും പിന്മാറ്റത്തിന്റെ രോഗമുള്ളതാണ്. എങ്കിലും കർത്താവിന് പിന്മാറ്റത്തിൽ നിന്നും ചികിത്സിച്ച സൗഖ്യം വരുത്തി, മാനസിക പ്രയാസങ്ങളിൽ നിന്നും സൗഖ്യം വരുത്തി, ശാരീരിക ക്ലേശങ്ങളിലും സൗഖ്യം നൽകി നമ്മളെ പുറത്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശു ചോദിക്കുക, will thou be made whole? നിന്റെ ജീവിതത്തിന്റെ സകല വഴികളിലും നീ സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? യുവർ സ്പിരിച്വൽ ലൈഫ്, നിങ്ങളുടെ ആത്മീയ ജീവിതം, നിങ്ങളുടെ വികാരങ്ങളിൽ ഉടഞ്ഞുപോയവർ, വികാരങ്ങളിൽ മുറിവേറ്റുപോയവർ, വികാരങ്ങളിൽ തകർന്നുപോയവർ, വികാരങ്ങളിൽ ഡിപ്രഷനായി പോയവർ, വികാരങ്ങളിൽ ഉന്മേഷമില്ലാത്തവർ, നിങ്ങളുടെ മനസ്സ് ഇടിഞ്ഞുപോയവർ, നിനക്ക് ശാരീരികമായി, മാനസികമായി, ആത്മീയമായി, മാത്രമല്ല നിന്റെ സാഹചര്യങ്ങളിൽ ഞാനൊരു സൗഖ്യം കൽപ്പിച്ചില്ലെങ്കിൽ പുറത്തു പോയി കഴിയുമ്പോൾ വീണ്ടും പല പ്രശ്നങ്ങൾക്കും നീ അടിമയായിത്തീരും. നിന്റെ കൂട്ടുകെട്ടുകൾ, നിന്റെ സ്വഭാവ വൈകല്യങ്ങൾ, നിന്റെ ജീവിതത്തിൽ നിന്നെ കാർന്നു തിന്നുന്നതും നിന്നെ ഒതുക്കിക്കളയുന്നതും നിന്റെ ജീവിതത്തിൽ നിന്നെ മുൻപോട്ട് വിടാത്തതായ സകലത്തെയും ഒന്ന് മാറ്റി, will thou be made whole? നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. നിനക്ക് ശാരീരിക സൗഖ്യം പോലും കൊണ്ടുവരാൻ സാധിക്കത്തില്ല. നിന്റെ മാനസിക നിലപാടിനെയോ മനോഭാവങ്ങളെയോ മാറ്റുവാൻ കഴിയാത്ത നിനക്ക്, നിന്റെ ആത്മീയ അനുഭവങ്ങളെ ഒരിക്കലും സ്വാധീനിക്കുവാൻ കഴിയാത്ത നിനക്ക്, നിന്റെ സാഹചര്യങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയാത്ത താങ്കൾക്ക് will thou be made whole? നീ ഒരു സൗഖ്യത്തിനായി ആഗ്രഹിക്കുന്നു. ആ മനുഷ്യന്റെ വിശ്വാസം നിമിത്തം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു പറയുകയാണ്, ടേക്ക് അപ്പ് യുവർ ബെഡ്, നിന്റെ കിടക്കയെടുത്ത് നടക്കുക. ബൈബിൾ പറയുന്നു, ഉടനെ താൻ സൗഖ്യമായി. ഇമ്മീഡിയറ്റ്ലി ഹി വാസ് മെയ്ഡ് ഹോൾ. ഞാൻ അതിന്റെ 9-ാം വാക്യം ഇംഗ്ലീഷിലൊന്ന് വായിക്കട്ടെ. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ദ മാൻ വാസ് മെയ്ഡ് ഹോൾ. താൻ ഒത്തിരി ബന്ധപ്പെട്ട് എഴുന്നേറ്റ് കിടക്കെടുക്കാനായി പരിശ്രമിച്ചപ്പോൾ തൻ്റെ അകത്തേക്ക് പെതിയ സൗഖ്യം വന്നു. നോ, അതും ഒരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ സൗഖ്യങ്ങൾ വരുവാൻ നമ്മൾ വിശ്വാസത്താൽ അല്പം ക്രിയണം. എങ്കിലും ഇത് വിശ്വാസത്തിന്റെ സൗഖ്യമല്ല, യേശുവിന്റെ വായാൽ വന്ന സൗഖ്യമാണ്. സൗഖ്യം ഒത്തിരി വ്യത്യസ്ത രീതികളിൽ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും. ഡിവൈൻ എക്സ്ചേഞ്ച് അതിൻ്റെ ഒരു ഭാഗമാണ്. The word that heals, സൗഖ്യമാകട്ടെ എന്നുള്ള വാക്കിന്റെ മുൻപിൽ വരുന്ന സൗഖ്യം മറ്റൊന്ന്. ഒരു മണിക്കൂറിൽ സൗഖ്യമാക്കിയ പഴയൊരു കേസിനെ കുറിച്ച് പറഞ്ഞു. സംടൈംസ് ഇറ്റ് ടേക്സ് an hour, ഒരു മണിക്കൂർ എടുക്കും. ചിലപ്പോൾ ഒരു ദിവസം എടുത്തെന്നിരിക്കും, ചിലപ്പോൾ ഒരാഴ്ച എടുത്തെന്നിരിക്കും, ചിലപ്പോൾ ഓഫ് കോഴ്സ് ഒരാഴ്ചക്കാലം മുഴുവൻ നോക്കിയാൽ സൗഖ്യമാകാത്തത് ഒരു ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ സൗഖ്യമായാൽ ഇറ്റ് ഈസ് ബിഗ്. അതിന്റെ ഒരിക്കലും അതിന്റെ മൂല്യം, അതിന്റെ വില ഇടിച്ചു കളയുകയല്ല. എങ്കിലും ഇത് ഞാൻ പറയട്ടെ, ചിലപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യും, ഒറ്റ വാക്കിന്റെ മുൻപിൽ സൗഖ്യമാക്കും. അത് ഒരു മിറക്കിൾ ഹീലിംഗ് ആണ്, ഇൻസ്റ്റന്റേനിയസ് ഹീലിംഗ് ആണ് ഇവിടെ സംഭവിച്ചതാണ്. 4-ാം അധ്യായത്തിൽ ആ പറഞ്ഞ അതേ മണിക്കൂറിൽ, അതേ നാഴികയിൽ, അതേ മണിക്കൂറിൽ, ഇൻ ദാറ്റ് സെൽഫ് സെയിം hour, ആ മണിക്കൂറിൽ സൗഖ്യമായി ഗ്രാജ്വലി
തന്റെ രോഗം വിട്ടുമാറി. എങ്കിലും ഇവിടെ പറയുകയാണ് ഇമ്മീഡിയറ്റ്ലി, ഉടനെ തന്റെ ശരീരത്തിലേക്ക് സൗഖ്യം വ്യാപരിച്ചു. സൗഖ്യം വ്യാപരിച്ചപ്പോൾ താൻ കിടക്കയെടുത്തു നടക്കുവാൻ ആരംഭിച്ചു. സൗഖ്യമായി ആരോഗ്യം പ്രാപിച്ചു. ഇമ്മീഡിയറ്റ്ലി ചില കാര്യങ്ങൾ സംഭവിച്ചു. He was made whole. അതിനുശേഷം and took up his bed, കിടക്കയെടുത്ത് നടന്നു, and walked, നടക്കുവാൻ ആരംഭിച്ചു. തന്റെ ജീവിതത്തിൽ വാക്കിന്റെ മുൻപിൽ സൗഖ്യം വ്യാപരിച്ചു. ഇന്ന് ചിലർ പ്രാർത്ഥിക്കണം. ചിലരുടെ ജീവിതത്തിൽ 4-ാം അധ്യായത്തിൽ കണ്ടതുപോലെ ആ മണിക്കൂറിലായിരിക്കും ചില വിടുതലുകളും സൗഖ്യങ്ങളും വരുന്നത്. ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആയിരിക്കും വരുന്നത്. യു ആർ ഡീലിംഗ്, ദൈവവും നിങ്ങളും തമ്മിലുള്ള ഡീലിംഗ് ഇന്നും ഒരു യാഥാർത്ഥ്യമായി ജീവിതത്തിൽ അനുഭവമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇതാ ഈ മനുഷ്യൻ ഉടനെ എഴുന്നേറ്റു. ഉടനെ താൻ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ താൻ എഴുന്നേറ്റു, താൻ കിടക്കയെടുത്തു, താൻ നടക്കുവാൻ ആരംഭിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, തൻ്റെ ജീവിതത്തിൽ ശാരീരിക സൗഖ്യമാണ് നടന്നത് എന്ന് നമ്മൾ വ്യക്തമായി കണ്ടുവെങ്കിലും അതിനേക്കാൾ ഡീപ്പറായിട്ട് ചില കാര്യങ്ങൾ നടന്നു. തൻ്റെ ജീവിതത്തിൻ്റെ സകല വഴികളിലും ഹി വാസ് മെയ്ഡ് ഹോൾ. ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൗഖ്യമാണ് അവിടെ നടന്നത്. കാര്യം യേശു ചോദിക്കുന്നത്, വിൽ thou be made whole? നിനക്ക് ശരീരത്തിലുള്ളൊരു സൗഖ്യം മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ഒരു സൗഖ്യം. Can I tell you something very interesting? പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ എക്സ്പ്രഷൻസ്, അതിൻ്റെ പ്രദർശനങ്ങൾ ഒരു മണ്ഡലത്തിൽ മാത്രമേ കാണുകയുള്ളൂ. ഈ മനുഷ്യൻ കിടക്കയെടുത്ത് നടന്നു. ശ്രദ്ധിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ശാരീരിക രോഗത്തിൽ നിന്നും വന്ന ഒരു വിടുതൽ മാത്രമാണ് എന്ന് വിചാരിക്കും. യെസ്, തൻ്റെ ശരീരത്തിൽ ഒരു വിടുതൽ ഉണ്ടായി. എങ്കിലും ഇറ്റ്സ് ഓൺലി എ റിഫ്ലക്ഷൻ ഓഫ് എ മച്ച് ഡീപ്പർ ഹീലിംഗ്. വളരെ ആഴത്തിൽ വന്ന മറ്റൊരു സൗഖ്യത്തിൻ്റെ പ്രതിഫലനമാണ് അവിടെ കാണുന്നത്. തൻ്റെ കിടക്കയെടുത്ത് നടക്കത്തക്കതുപോലെ തൻ്റെ ശരീരത്തിൽ തനിക്ക് വന്ന സൗഖ്യം മാത്രമല്ല, ഹോളിസ്റ്റിക് ആയിട്ട് വന്ന ഹീലിംഗിൽ, തൻ്റെ ശരീരത്തിൽ വന്ന ആ ഹീലിംഗിൽ എന്താണ് സംഭവിച്ചത്? തൻ്റെ ശരീരത്തിൽ മാത്രമല്ല, തൻ്റെ വികാരങ്ങൾ, തൻ്റെ വിചാരങ്ങൾ, തൻ്റെ സാഹചര്യങ്ങൾ, തൻ്റെ ബന്ധങ്ങൾ, തൻ്റെ സകല ഏരിയാസിലും ഒരു സൗഖ്യം വന്നു. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് വെൻ യു ആർ മെയ്ഡ് ഹോൾ. നിങ്ങൾ പൂർണ്ണമായി സൗഖ്യമാകുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഒറ്റ വാക്കിൻ്റെ മുൻപിൽ ഒരു ഇൻസ്റ്റന്റേനിയസ് ഹീലിംഗ്, ഒരു വലിയ സൗഖ്യം കർത്താവ് നൽകും. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു ചിലരുടെ ജീവിതത്തിൽ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ചിലർക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ചില ഹീലിംഗ്സ് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യക്ഷമായി ചിലർക്കത് കാണാൻ ദൈവം ഇടയാക്കും. ചിലർ ഇന്ന് സംസാരിക്കുമ്പോൾ ഈ മണിക്കൂർ കഴിയുമ്പോൾ ആ സൗഖ്യം വ്യാപരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷേ ചിലർക്ക് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴായിരിക്കും സൗഖ്യം വ്യാപരിക്കുന്നതെങ്കിലും മെഡിക്കൽ സയൻസിന് മറുപടി ഇല്ലാത്തതുപോലെ, മരുന്നുകൾക്ക് ചെയ്തെടുക്കുവാൻ കഴിയാത്തതുപോലെ, രോഗത്തിൻ്റെ അംശമോ അതിൻ്റെ അടയാളമോ ഇല്ലാത്തതുപോലെ ദൈവം സൗഖ്യമാക്കി കഴിയുമ്പോൾ പലരും അതിനെ ശ്രദ്ധിക്കാറില്ല. ഒരിക്കൽ യേശു കർത്താവിൻ്റെ അരികിൽ 10 കുഷ്ഠരോഗികൾ വന്നു. ആ 10 കുഷ്ഠരോഗികൾ വന്നു. ആ 10 പേരോടും കർത്താവ് ഒരേ വാക്ക് പറഞ്ഞു. അവർ ആ നിമിഷം ഇമ്മീഡിയറ്റ്ലി ഉടനെ അവർ കുഷ്ഠരോഗം മാറി ശുദ്ധരായിരുന്നെങ്കിൽ ഐ എം 100% ഷുവർ 10 പേരും അവിടെ തന്നെ മുട്ടുവണങ്ങി യേശുവിനെ ആരാധിച്ചേനെ. എങ്കിലും കർത്താവിൻ്റെ വാക്കുകൾ അവരുടെ അകത്ത് പ്രവർത്തിക്കുവാൻ തുടങ്ങി. ആൻഡ് ഐ ബിലീവ് വൺ മോർ തിങ്, ഞാൻ ഒരു കാര്യം കൂടി വിശ്വസിക്കുന്നു, ആ മണിക്കൂറിൽ അവർക്ക് സൗഖ്യമായിരുന്നെങ്കിൽ 10 പേരും തിരിച്ചു വന്നേനെ. 10 പേരും വന്നേനെ. കർത്താവേ, 1 മണിക്കാ കർത്താവ് പറഞ്ഞത്, 2 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ശരീരം മുഴുവൻ സൗഖ്യമായി. അവർ നിശ്ചയമായിട്ടും വന്നേനെ. ഒരു പക്ഷേ ആ ദിവസം തന്നെ അത്ഭുതം നടന്നായിരുന്നെങ്കിൽ 99% അവർ 10 പേരും തിരിച്ചു വന്നേനെ. എങ്കിലും ഒരുവൻ മാത്രം മടങ്ങി വന്നു. കാര്യം എന്താണെന്ന് അറിയാമോ? അവൻ നോക്കിയപ്പോൾ ഒരു പുരുഷായുസ് മുഴുവൻ, ആ വ്യക്തി നോക്കിയപ്പോൾ ഒരു പുരുഷായുസ് മുഴുവൻ ഞാൻ കുഷ്ഠരോഗിയായി തുടരേണ്ടതാണ്. ഒരു പക്ഷേ ഒരാഴ്ചയായിരിക്കും, ഒരു മാസമായിരിക്കും, ഐ ഡോണ്ട് നോ, അതിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചില നാളുകൾ കഴിഞ്ഞപ്പോൾ തൻ്റെ കുഷ്ഠരോഗം മാറി. മറ്റുള്ളവർ അതിനൊരു നാച്ചുറൽ പ്രോസസ്സായി എടുത്തു. പറഞ്ഞു, ഓക്കെ, ഈ സൗഖ്യവും അതിൻ്റെ പിൻപിൽ കാരണവും തമ്മിൽ ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരുവൻ മാത്രം പറഞ്ഞു, ഒരിക്കൽ കുഷ്ഠം പിടിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ടെക്നോളജിയും സയൻസും മെഡിക്കൽ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത കാലത്ത് ഒരിക്കൽ കുഷ്ഠരോഗം പിടിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തതുപോലെ എന്നേക്കുമായി കുഷ്ഠരോഗിയായി തൻ്റെ ആയുഷ്കാലമൊക്കെയും കഴിയണം. ആ ലെവലിൽ നിന്നും എനിക്കൊരു കണക്ഷൻ കാണുവാൻ സാധിക്കുന്നില്ലെങ്കിലും മേ ബി എ മന്ത്, മേ ബി 2 months, ഐ ഡോണ്ട് നോ, എങ്കിലും ദീർഘനാളുകൾ കഴിഞ്ഞ് കാണാൻ സാധ്യതയില്ലാതില്ല. താൻ നോക്കിയപ്പോൾ തൻ്റെ ശരീരത്തിൽ
കുഷ്ഠം വിട്ടുമാറി. താൻ നോക്കിയപ്പോൾ ആഹാരത്തിൻ്റെ കാരണമല്ല ഈ കുഷ്ഠരോഗം മാറിയത്, ഇല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ വന്ന ഏതൊരു കാര്യവുമായി തനിക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. താൻ വളരെ ആലോചിച്ചു, why this healing? ഒരു ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ ജീവിക്കേണ്ടിയ ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ വന്നത്? താൻ റിലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ മേ ബി ഒരാഴ്ച മുമ്പേ, മേ ബി 10 ദിവസങ്ങൾക്ക് മുൻപേ, മേ ബി ഒരു മാസം മുൻപേ, ആകപ്പാട് ഇതുമായി എനിക്ക് ബന്ധപ്പെടുത്തുവാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. യേശു ശുദ്ധമാകുവാൻ ഒരു വാക്ക് റിലീസ് ചെയ്തു. ബാക്കിയുള്ളവർ they never analyzed, അവർ ചിന്തിച്ചു പോലുമില്ല. they never acknowledged, അവർക്ക് തിരിച്ചറിയുവാൻ പോലും സാധിച്ചില്ല. അവർ തിരിച്ചറിയാഞ്ഞതിൻ്റെ കാര്യം ഇറ്റ് വാസ് നോട്ട് ഇമ്മീഡിയറ്റ്. ആ മണിക്കൂറിലല്ല സംഭവിച്ചത്, ആ നാഴികയിൽ ഇല്ലെങ്കിൽ ആ ദിവസമല്ല സംഭവിച്ചത്, ഒരുപക്ഷെ ആഴ്ചയിലായിരിക്കുകയില്ല സംഭവിച്ചത്, ഒരുപക്ഷെ 10 ദിവസത്തിന് ശേഷമായിരിക്കും. എങ്കിലും ഒരു മനുഷ്യൻ മാത്രം ചിന്തിച്ചു, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റം വരാൻ സാധ്യതയില്ലാത്തടത്ത് ഇതെങ്ങനെ സംഭവിച്ചു? താൻ മനസ്സിലാക്കി, ഇത് യേശുവിൻ്റെ വാക്കുകളല്ലാതെ ഒന്നുമല്ല. ഇതിലധികം ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവം ചെയ്യുന്ന നന്മകൾ അതിന് മറ്റൊരു കാരണവുമല്ല. മനുഷ്യരെ ദൈവം ഉപയോഗിച്ചു കാണും, മറ്റുള്ള വ്യക്തികളെയോ സാഹചര്യങ്ങളോ ദൈവം ഉപയോഗിച്ചു കാണും. എങ്കിലും എൻ്റെ സൗഖ്യത്തിൻ്റെയും എൻ്റെ വിടുതലിൻ്റെയും പിൻപിൽ ദൈവത്തിനായിരിക്കും മഹത്വം എന്നുള്ള ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ മഹത്വവും നന്ദിയും അർപ്പിക്കുവാൻ മടങ്ങി വരുന്നവരുണ്ടോ? കർത്താവ് ആ മനുഷ്യനോട് പറഞ്ഞു, നീ കുഷ്ഠരോഗത്തിൽ നിന്നും ശുദ്ധനായി എന്ന് മാത്രമല്ല, ബി ഹോൾ. ഇനിയും നീ പൂർണ്ണമായി, കംപ്ലീറ്റായി നിന്റെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ആ വിടുതൽ സൂക്ഷിക്കത്തക്കതുപോലെ നീ മടങ്ങിക്കോ. ബാക്കി 9 പേർക്ക് എന്ത് സംഭവിച്ചു? ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് വാണ്ട് ടു കമന്റ്. അതിനെക്കുറിച്ച് ഞാൻ ഒരു അഭിപ്രായം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു വ്യക്തിയോട് യേശു വ്യക്തമായി പറഞ്ഞു, നിന്റെ കുഷ്ഠം മാറി, നിന്റെ ശരീരത്തിനൊരു സൗഖ്യം വന്നു, നീ ശുദ്ധനായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വെൻ യു അക്നോളജ് മീ, ഞാൻ ചെയ്തതാണ് എന്ന് നീ ഗ്രഹിച്ചറിയുവാൻ നിന്റെ മനസ്സ് അതിനുവേണ്ടി നീ ഒരുക്കിയപ്പോൾ, നീ മടങ്ങി വന്ന് നന്ദിയും ആരാധനയും അർപ്പിക്കുവാൻ വന്നപ്പോൾ, നിന്റെ ശരീരത്തിന്റെ ക്ലേശങ്ങളും നിന്റെ രോഗത്തെയും നിന്റെ ആ പാപത്തെയും അതിനെ മാത്രമല്ല നിന്റെ ജീവിതത്തിന്റെ സകല വഴികളെയും ഒന്ന് ക്രമീകരിക്കുന്നത് പോലെ, ഐ റിലീസ് മൈ വേർഡ്, ബി ഹോൾ. നീ പൂർണ്ണമായി സൗഖ്യമാകും. ഈ മനുഷ്യനോട് കർത്താവ് പറയുക, ബി ഹോൾ, നീ പൂർണ്ണമായി സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ആ പൂർണ്ണമായ സൗഖ്യത്തിന്റെ അടയാളമായി യേശു കർത്താവ് പറയുകയാണ്, ലിഫ്റ്റ് അപ്പ് യുവർ ബെഡ് ആൻഡ് വാക്ക്. കിടക്കയെടുത്ത് നടക്കുക. ആൾക്കാരുടെ നോട്ടത്തിൽ കിടക്കയെടുത്ത് നടക്കുമ്പോൾ ശരീരത്തിൽ ആരോഗ്യമില്ലാത്തടത്ത്, സൗഖ്യമില്ലാത്തടത്ത് സൗഖ്യവും ആരോഗ്യവും പകർന്ന് ശരീരത്തിന്റെ ക്ലേശങ്ങളിൽ നിന്നും വിടുവിച്ചത് മാത്രമേ ഒരുപക്ഷേ ആൾക്കാർ വീക്ഷിക്കുകയുള്ളൂ. എങ്കിലും യേശു കർത്താവിന്റെ ആഴമേറിയ അഗ്നിജ്വാല പോലത്തെ കണ്ണുകളുടെ മുൻപിൽ യേശു കർത്താവ് ഒരു കാഴ്ച കണ്ടു. തൻ്റെ അകത്തുള്ള പാപം, തൻ്റെ അകത്തുള്ള മനോഭാവങ്ങൾ, തൻ്റെ വികാരങ്ങളിൽ വന്നുപോയ പ്രശ്നങ്ങൾ, തൻ്റെ മനോഭാവങ്ങളിൽ വന്നുപോയ പ്രശ്നങ്ങൾ, തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ വന്നുപോയ പ്രശ്നങ്ങൾ, തൻ്റെ ബന്ധങ്ങളിൽ വന്നുപോയ ഉലച്ചിലുകൾ, സകലത്തെയും കൂടെ ഒറ്റ വാക്കിൽ തൊട്ട് ഒറ്റ വാക്കിൽ കർത്താവ് പറയുക, ബി ഹോൾ, സൗഖ്യമാകുക. കുറച്ചും കൂടെ മുൻപോട്ട് ഞാൻ പോകട്ടെ. കുറച്ചും കൂടെ കഴിയുമ്പോൾ തനിക്ക് ഒത്തിരി പ്രതികൂലങ്ങളുണ്ടായി, എങ്കിലും താൻ കിടക്കെടുത്ത് നടന്നു. പീഡനങ്ങൾ പോലും ഉണ്ടായെങ്കിലും താൻ അനുസരണം കാണിച്ചു. ഇൻസ്റ്റന്റ് ഹീലിംഗിന്റെ മുൻപിൽ തൻ്റെ ജീവിതത്തിന്റെ സകല ഏരിയാസിലേക്കും ഒഴുകിച്ചെല്ലുന്നത് പോലെ ദൈവശക്തിയുടെ വ്യാപാരം ഒഴുകിച്ചെന്നു. എങ്കിലും അത് കഴിയുമ്പോൾ കർത്താവിൻ്റെ ഒരു വാക്ക് തന്നെ വീണ്ടും കർത്താവ് കണ്ടു. താൻ യേശുവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കണം. പറയുകയാണ്, ഇനിയും പാപം ചെയ്യരുത്. Sin no more, lest the worst thing come upon you. ഇതിനേക്കാളും വഷളായ കാര്യങ്ങൾ മാറാതിരിക്കുവാൻ ഇനിയും പാപം ചെയ്യരുത്. കാര്യം എന്താണ്? ജീവിതത്തിൽ ഒരു ഏരിയയിൽ ചിലപ്പോൾ വിടുതൽ നിലനിന്നിരിക്കും, എങ്കിലും നീ അറിയാതെ നിന്റെ ജീവിതത്തിന്റെ ബാക്കി സകല ഏരിയാസിനെയും കാർന്നു തിന്നുവാൻ ഒരുപക്ഷേ ഇനിയും നീ ബെഥസ്ദ കൊളക്കരയിൽ പോയി കിടക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ ആ കാര്യം പറയുന്നത്. എങ്കിലും നീ ചില കാര്യങ്ങൾ ക്രമീകരിച്ചില്ലെങ്കിൽ നിന്റെ കംപ്ലീറ്റ് ഹോൾനെസ്, ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും മുഴുവനായി വന്ന ആ വ്യത്യാസത്തെ കാർന്നു തിന്നുവാൻ നീ അറിയാതെ, നീ നോക്കുമ്പോൾ 38 ആണ്ടുകൾ എണീൽക്കുവാൻ കഴിയാതെ അസ്ഥികളിൽ, ശരീരത്തിൽ, മാംസപേശികളിൽ ക്ഷയം വ്യാപരിച്ച് നിനക്ക് എണീക്കാൻ കഴിയാത്തടത്ത് ദൈവം നിന്നെ വിടുവിച്ചതാണ്. എങ്കിലും അവിടം കൊണ്ട് അവസാനിച്ചില്ല. എന്താണ് സംഭവിച്ചത്? നിന്റെ ജീവിതത്തിന്റെ സകല ഏരിയാസിലേക്കും ഈ വിടുതൽ വ്യാപരിച്ചു കഴിഞ്ഞു. എങ്കിലും നമ്മൾ പാപം ചെയ്താൽ
ചിലപ്പോൾ നിലനിൽക്കുന്ന സൗഖ്യങ്ങൾ, വ്യത്യാസങ്ങൾ കാണുന്ന തലങ്ങൾ ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ആരും കാണാതെ ജീവിതത്തിന്റെ മറ്റു പല മണ്ഡലങ്ങളിൽ ഇത് ക്ഷയവും വാട്ടവും വരുവാൻ സാധ്യതയുണ്ട്. നമ്മളെക്കുറിച്ച് പറയുന്നു, ആറ്റരികത്ത് നടപ്പെട്ട വൃക്ഷം പോലെ നമ്മളായിരിക്കും. ആറ്റരികത്ത് നടപ്പെട്ട വൃക്ഷത്തിന്റെ പ്രത്യേകത അതിന്റെ 4 വശത്തും പച്ചിപ്പും ഫലപ്രദമായ അനുഭവങ്ങളുമായിരിക്കും. ഇതൊരു വൃക്ഷമാണ് എന്ന് നമ്മുടെ ഭാവനയിൽ കണ്ടാൽ, ആറ്റരികത്ത് നടപ്പെട്ടതാണെങ്കിൽ അതിന്റെ പ്രത്യേകത ആൾക്കാർ കാണുന്ന വശം വളരെ പച്ചയുള്ളതായിരിക്കും, മറ്റൊരു വശത്തും നോക്കിയാൽ പച്ചിപ്പുള്ളതായിരിക്കും. ഏതു വശത്തും നോക്കിയാലും ആറ്റരികത്ത് നടപ്പെട്ട വൃക്ഷത്തിന്റെ പ്രത്യേകത അത് പച്ചിപ്പുള്ളതാണ്, ഫലം കായ്ക്കുന്നതാണ്. കർത്താവിന് പറയാനുള്ളത്, when you whole, നീ സമ്പൂർണമായി സൗഖ്യമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സമ്പൂർണമായി സൗഖ്യമായി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ വശത്തും ഞാൻ നിന്നെ പരിപാലിക്കും. നീ പാപം ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരു പക്ഷേ മറ്റുള്ളവർ കാണുന്നിടത്ത് നിനക്ക് പച്ചിപ്പുണ്ടായിരിക്കും, എങ്കിലും ആറ്റരികത്ത് നടപ്പെട്ട വൃക്ഷം പോലല്ല നിന്റെ മറ്റു പല ഏരിയാസിൽ ക്ഷയവും തകർച്ചയും വരാൻ സാധ്യതയുണ്ട്. സിന്നോമോ, നിന്റെ ജീവിതം നീ സൂക്ഷിക്കാം, എങ്കിൽ 4 വശത്തും നിന്റെ ജീവിതം ധന്യമായിരിക്കും. നമ്മളെ നീതി വസ്ത്രം നൽകി അലങ്കരിച്ച് ദൈവത്തിന്റെ നീതിയും കൃപയും അണിയിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്ത ഭുജങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, 38 നീണ്ടാണ്ടുകൾ കുളക്കരയിൽ കിടന്ന് പ്രത്യാശ അറ്റുപോയ ഒരു വ്യക്തിയുടെ അരികിൽ യേശു കർത്താവ് അരികിൽ വന്ന് തന്നെ സൗഖ്യമാക്കിയ വാക്ക് ഉച്ചരിച്ചതുപോലെ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ കൂടെ മാനുഷിക ശബ്ദത്തിന്റെ മീതെ മുഴങ്ങുന്ന ദൈവത്തിന്റെ ശബ്ദത്താൽ ചിലതിനെ പുറത്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിലത് ഇമ്മീഡിയറ്റ്ലി ദൈവത്തിങ്കിൽ നിന്നും വിടുതലും സൗഖ്യവും പ്രാപിക്കുവാൻ, ചിലത് ഈ നാഴികയിൽ തന്നെ സൗഖ്യമാകുവാൻ, ചിലത് ഒരു പക്ഷേ ഇന്ന് തന്നെ വ്യാപരിക്കുവാൻ, ചിലർക്ക് വേണ്ടി ഈ ആഴ്ചയിൽ ഒരു പക്ഷേ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് പറഞ്ഞത് വരുന്ന ചില ആഴ്ചകൾ കൊണ്ടും മാസങ്ങൾ കൊണ്ടും ദൈവത്തിന്റെ സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും അത്ഭുതങ്ങളുടെയും പ്രവൃത്തികൾ ദൈവം ചെയ്തെടുക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നസ്രായനാകുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരം ചലിക്കണമേ, രോഗസൗഖ്യങ്ങൾ വ്യാപരിക്കണമേ, വിടുതലുകൾ വ്യാപരിക്കണമേ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ വ്യാപരിക്കണമേ. ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ചിലരെ കർത്താവ് പുറത്തെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നിസ്തുല്യ നാമം ചൊല്ലി അങ്ങയുടെ ജനത്തെ ബ്ലെസ് ചെയ്യുകയാണ്. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുന്നതിന് മുൻപേ സ്തോത്രകാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഈ ഫ്യൂ മിനിറ്റ്സ് വിൻഡോ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുൻപിലുണ്ട്. യു മേ മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ഇറ്റ്. നമ്മുടെ ശബ്ദം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ താലന്തുകൾ, നമ്മുടെ സമയം, നമ്മുടെ സകലതും, നമ്മുടെ പണം ഉൾപ്പെടെ ദൈവസന്നിധിയിൽ ആരാധനയായി അർപ്പിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമാകിയാൽ ദിസ് മിനിറ്റ് ഓഫ് വിൻഡോ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. ആ സമയം കൊണ്ട് അനൗൺസ്മെന്റ്സ് പറയട്ടെ. എല്ലാ ദിവസവും നടന്നു വരുന്ന ഫാമിലി പ്രെയർ കടന്നു വരുന്ന എല്ലാവർക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. അതിൻ്റെ ലിങ്ക് ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇന്ത്യ സ്റ്റാൻഡേർഡ് ടൈം 8:45 PM 8:45 മുതൽ 9 വരെ നടക്കുന്ന ഡെയിലി ഫാമിലി പ്രെയറിൽ നിങ്ങൾക്കതിൻ്റെ യൂട്യൂബ് ലിങ്ക് ലഭിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്കത് ലഭ്യമായിരിക്കും എന്നൊരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ. മാത്രമല്ല, ഈ ഫാമിലി പ്രെയറിൽ തന്നെ നമ്മുടെ 2020 ആണ്ടിലെ നവംബർ മാസം നടക്കേണ്ട 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ്സും വ്യക്തമായി ലഭിക്കും. ഇൻ ബ്രീഫ് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും അധികം സെഷൻസ് സൂം പ്ലാറ്റ്ഫോമിലായിരിക്കും. ഓഫ് കോഴ്സ് അതിൻ്റെ പ്രൈവറ്റ് ലിങ്കുകൾ യൂട്യൂബിലുള്ളതും നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും. വാട്സാപ്പിൽ രജിസ്റ്റർ ചെയ്തവർക്ക് അയച്ചു തരാൻ സാധിക്കും എന്നോർപ്പിക്കട്ടെ. സോ എല്ലാ വർഷവും നടന്നു വരുന്ന ആനുവൽ ഫാസ്റ്റിംഗ് പ്രെയർ നവംബർ മാസം നടന്നു വരുന്നത് 22-ാം തീയതി ഞായറാഴ്ച മുതൽ ഡിസംബർ മാസം 13-ാം തീയതി ഞായറാഴ്ച വരെ 3 ആഴ്ചകൾ നടക്കുന്നതായിരിക്കും. അതിൽ ചില സെഷൻസ് ഹാളിൽ വെച്ചായിരിക്കും, ചില സെഷൻസ് സൂമിലായിരിക്കും. ആരാധനകൾ ക്രമമായി നടന്നു വരുന്നത് പോലെ ഓൺലൈനിൽ നടക്കുന്നത് അങ്ങനെയും, ഡ്രൈവ് ഇൻ നടക്കുന്നത് അങ്ങനെയും, അതുപോലെ ഹാളിൽ നടക്കുന്ന സർവീസസ് അങ്ങനെയും. ഒരു ഞായറാഴ്ച 5 ആരാധനകൾ ഇവിടെയും, മാത്രമല്ല ഓൺലൈനിൽ കൂടെ നടക്കുന്ന ആരാധനകളും ക്രമത്തിൽ നടക്കുന്നതും ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ആൻഡ് ഫൈനലി, ചർച്ചിൽ ഈ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രെയറിൽ സാധാരണ നൽകുന്നത് പോലെ ഈ പ്രാവശ്യം അക്കോമഡേഷൻ സാധ്യമല്ല എന്ന് ദുഃഖത്തോടെ അറിയിക്കട്ടെ. കാര്യം COVID-19 സിറ്റുവേഷൻ കാരണവും
ഗവൺമെൻറ് റെഗുലേഷൻസ് SOPs നിമിത്തവും അങ്ങനെ താമസിപ്പിക്കുവാനുള്ള സൗകര്യം ഇവിടെ ഇല്ലെങ്കിലും താമസ സൗകര്യങ്ങളെക്കുറിച്ചുള്ള ഓൾട്ടർനേറ്റീവ്സ് നമ്മുടെ സഭയിൽ വരുന്ന സഹോദരന്മാർ നടത്തുന്ന ബിസിനസ് ഹോട്ടൽസിൽ വളരെ കൺസെഷനോടുകൂടെ നൽകുന്ന ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഫാമിലി പ്രയറിൽ അതിൻ്റെ അനൗൺസ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. താല്പര്യമുള്ള ഫാമിലി പ്രയറിൽസിൽ വന്നാൽ അവർക്ക് ആ ബിസിനസ് ഹോട്ടൽസിലുള്ള അക്കോമഡേഷൻ്റെ ഡിസ്കൗണ്ടിൻ്റെ കാര്യങ്ങളും അറിയത്തക്കതുപോലെ അനൗൺസ്മെൻറ്റ്സ് അവിടെ ഉണ്ടായിരിക്കും എന്നോർപ്പിക്കട്ടെ. സോ ഫാമിലി പ്രയറിൽ കടന്നു വരിക. വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക. 21 days ഫാസ്റ്റിംഗ് പ്രയറിൽ സഹകരിക്കുവാൻ ഓൺലൈനിൽ കൂടെ ഉള്ള അവസരങ്ങൾ ഉപയോഗിക്കുക. ഇവിടെ നടക്കുന്ന മീറ്റിംഗ്സിൽ, ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും നടക്കുന്ന മീറ്റിംഗ്സിൽ വന്ന് പ്രാർത്ഥിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് ഫാമിലി പ്രയറിൽ ലഭിക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് ബിസിനസ് ഹോട്ടലിൽ താമസിച്ച് കടന്നു വരാനും സാധിക്കും എന്നോർപ്പിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. നമ്മൾ കേട്ടതുപോലെ ആത്മാവിൻ്റെ ഒരു വലിയ സാന്നിധ്യം നമ്മുടെ ഇടയിലുണ്ട്. അത് വാഞ്ചിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ വാഞ്ചയോടെ, ആഗ്രഹത്തോടെ ഇന്ന് പകൽക്കാലം ചോദിക്കാം. ഇവിടെ പറയുന്നു, സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്ന് മഹത്വം. ഹല്ലേലൂയ. ചേർന്ന് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ഓൺലൈൻ വഴി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പുറകിൽ അതിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട്. ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്തിടും. ഹല്ലേലൂയാ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ. ഹല്ലേലൂയാ മഹത്വം. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്തിടും. ഹല്ലേലൂയാ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും. ഹല്ലേലൂയാ മഹത്വം. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയാ മഹത്വം. നീ മാത്രം ആരാധ്യൻ എന്നെന്നും കർത്താവ്. ഹല്ലേലൂയാ മഹത്വം. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയാ മഹത്വം. നീ മാത്രം ആരാധ്യൻ എന്നെന്നും കർത്താവ്. ഹല്ലേലൂയാ മഹത്വം. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്നു രാജാവിനെന്നും മഹത്വം. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്നു രാജാവിനെന്നും മഹത്വം. അങ്ങന്റെ ഉപനീതി എന്നെന്നും കാക്കുന്നു. ഹല്ലേലൂയാ മഹത്വം. ആത്മാവിൻ രക്ഷകൻ, ആനന്ദദായകൻ. ഹല്ലേലൂയാ മഹത്വം. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറഞ്ഞു രാജാവിനെന്നും മഹത്വം. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്നു 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 രാജാവിനെന്നും മഹത്വം. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും രാജാവിനെന്നും മഹത്വം. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്നു രാജാവിനെന്നും മഹത്വം. സ്വർഗീയ തീയാൽ മുറ്റും നിറച്ചിടുന്നു രാജാവിനെന്നും മഹത്വം. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്നു രാജാവിനെന്നും മഹത്വം. സ്വർഗീയ തീയാൽ
എന്നെ ചുറ്റും നിറച്ചിടും. രാജാവിനെന്നും മഹത്വം സ്വർഗീയത്തിയാൽ എന്നെ ചുറ്റും നിറച്ചിടും. രാജാവിനെന്നും ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യം കൂടിയിരുന്നല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ഒരാഴ്ചത്തേക്ക് ആവശ്യമുള്ള ദൈവകൃപയുമായി മടങ്ങുവാൻ ഇന്ന് കർത്താവ് നമുക്ക് തന്ന ദൈവകരുണയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു ഞായറാഴ്ച കൂടെ ദൈവത്തിൻ്റെ തൃപ്പാദത്തിൽ വന്നിരിപ്പാനും ആരാധിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമാകുവാൻ, ഈ ആഴ്ച മുഴുവനും നീണ്ടു നിൽക്കുന്ന ദൈവകൃപ അനുഭവിപ്പാൻ, ഇന്നിടപെട്ട ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഭാഗങ്ങൾ ഞങ്ങൾ മനഃപ്പാടമാക്കി ഹൃദയസ്ഥമാക്കി ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ടതിനെ ആവർത്തിച്ച് ജീവിതത്തിൽ കർത്താവെ അത് പ്രായോഗികമാക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. ദൈവത്തിൻ്റെ കാവൽ കൂടിയിരിക്കണമേ. ഈ കൊറോണ സീസൺ മുഴുവനും ആവശ്യമുള്ള എല്ലാ മണ്ഡലങ്ങളിലും ദൈവിക കാവൽ അനുഭവിപ്പാൻ ഈ ഒരാഴ്ചക്കാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സഹായിച്ചാലും മഹത്വം അങ്ങേക്ക് മാത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.